നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ ദിവസം പുലരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളും സുരക്ഷിതരായി പൂനെയിലുണ്ട് എന്നതാണ്. ഇനി താനൂർ പോലീസ് പൂനെയിലെത്തി കുട്ടികളെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വരികയും രക്ഷിതാക്കളെ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പോഴും പലയിടത്തു നിന്നുള്ള സൂചനകൾ ഈ കുട്ടികൾ വീട്ടിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ആ രീതിയിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വീട്ടുകാരുമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഈ കുട്ടികൾ തിരിച്ചെത്തിയാലേ അറിയൂ എന്തായിരുന്നു ഇങ്ങനൊരു വലിയ തീരുമാനമെടുക്കാൻ, ഇത്രയും വലിയൊരു യാത്രയ്ക്ക് ഒരുങ്ങി ഒരു തീരുമാനമെടുക്കാൻ 18 വയസ്സിൻ്റെ അടുത്ത് മാത്രം പ്രായമുള്ള കുട്ടികളെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടരുമ്പോൾ അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, പ്രവർത്തന റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ന്യൂസ് 18-ലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ മഹാരാഷ്ട്രയിലെ ലോനാവാലയിൽ കണ്ടെത്തി. +2 വിദ്യാർത്ഥിനികളായ 2 പേരെയും കണ്ടെത്തിയത് ട്രെയിനിൽ നിന്ന് പൂനെയിലെത്തിച്ചു. താനൂർ പോലീസിന് കൈമാറും. നിർണായകമായത് മൊബൈൽ ഫോൺ പിന്തുടർന്ന് നടത്തിയ അന്വേഷണം. വിശ്വാസികളായ സ്ത്രീകളെ BJP ലക്ഷ്യമിടുന്നെന്ന് CPM-ന്റെ പ്രവർത്തന റിപ്പോർട്ട്. ക്ഷേത്രങ്ങളിൽ എത്തുന്നവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമം. ഈ മേഖലയിൽ മഹിളാ അസോസിയേഷൻ പരാജയമെന്നും സ്വയം വിമർശനം. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടരുന്നു. ഇന്ന് പൊതുചർച്ച. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള വികസന രേഖയിൽ ചർച്ച നാളെ. വികസന പദ്ധതിക്ക് സെസ് ആകാമെന്ന് CPM സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന രേഖ. എല്ലാവർക്കും സൗജന്യം വേണോ എന്ന് പരിശോധിക്കണം. വീട്ടമ്മമാർക്ക് പെൻഷൻ ഉറപ്പാക്കും. ബംഗാളിലെ ഇടതു പതനം പാഠമാകണമെന്ന് സംഘടനാ റിപ്പോർട്ട്. തുടർ ഭരണം മൂലം കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ്. കൊല്ലം നഗരത്തിൽ ഫ്ലക്സ് വെച്ച CPM-ന് പിഴ ശിക്ഷ. 3.5 ലക്ഷം രൂപ അടയ്ക്കണം. ഫ്ലക്സ് സ്ഥാപിക്കാൻ അനുമതി തേടിയെങ്കിലും തീരുമാനമെടുത്തിരുന്നില്ലെന്ന് കോർപ്പറേഷൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനുമായി ഇന്ന് തെളിവെടുപ്പ്. ആദ്യം എത്തിക്കുക പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിൽ. ആയുധം വാങ്ങിയ കടയിലും സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തും. മതം നോക്കാതെ ഒന്നിച്ചു ജീവിക്കാൻ അഭയം തേടിയ ദമ്പതികൾ കേരളത്തിൽ തുടരുമോ? ജാർഖണ്ഡ് സ്വദേശികളായ ഗാലിബിന്റെയും ആശയുടെയും ഹർജി വീണ്ടും ഹൈക്കോടതിയിൽ. ഇവർക്ക് കേരളത്തിൽ സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ തുടർവാദം. പ്രസിഡന്റ് ട്രംപ് പുതിയ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. നീക്കം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ. നടപ്പായാൽ പാക് അമേരിക്ക ബന്ധത്തിൽ വിള്ളലിന് സാധ്യത. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. മുംബൈ ലോനാവാലയിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടികളെ പുലർച്ചെ 1:45-നാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, നമ്മളിപ്പോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കുമ്പോൾ ഒന്നും നല്ലത് പറയാനില്ല. എന്തായാലും ഇന്ന് അങ്ങനെയല്ല. ഈ 2 കുട്ടികളും വളരെ സുരക്ഷിതരായി തന്നെ പൂനെയിലുണ്ട് എന്നത് അത്രയേറെ ആശ്വാസകരമായ വാർത്തയാണ്, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുന്നത്? ഈ ഫോൺ ലൊക്കേഷൻ എന്നത് എത്രത്തോളം ഈ അന്വേഷണത്തിൽ നിർണായകമായി? ഗുഡ് മോർണിംഗ് ശ്രീജ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ളത് തന്നെയാണ് ആദ്യം പങ്കുവെക്കാനുള്ളത്. ഇന്നലെ മുതൽ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഇവരുടെ എവിടെയാണ് ഇവർ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും അന്വേഷണം നടന്നത്. ഇന്നലെ രാത്രി ഇവരുടെ മൊബൈൽ ഫോണിൽ ഇവർ പുതിയ സിം ഇട്ടപ്പോൾ അത് കൃത്യമായിട്ട് പോലീസിന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ മുതലാണ് കൃത്യമായിട്ട് ഇവരെ പോലീസിന് നിരീക്ഷിക്കാൻ സാധിച്ചത്. തുടർന്ന് ഇവർ ഇന്നലെ മുംബൈയിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായും കണ്ടെത്തി. ഈ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ വെച്ചാണ് ഇവരെ പോലീസ് തിരിച്ചറിയുന്നതും
തുടർന്ന് മലയാളി സമാജം പ്രവർത്തകരുടെയും മഹാരാഷ്ട്ര പോലീസിന്റെയൊക്കെ പിന്തുണയോടെ അവരെ കണ്ടെത്തുകയും ചെയ്തത്. നിലവിൽ ഇവരുള്ളത് ഇപ്പോൾ പൂനെയിലാണുള്ളത്. നമ്മളിപ്പോൾ രാവിലെ താനൂർ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. താനൂരിൽ നിന്നുള്ള സംഘം പുലർച്ചെ തന്നെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ നെടുമ്പാശ്ശേരിയിൽ നിന്നും മുംബൈയിൽ നിന്നും തുടർന്ന് റോഡ് മാർഗം ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തും. ഏതാണ്ട് ഉച്ച കഴിയും നമ്മുടെ പോലീസ് അവിടേക്ക് എത്താൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും അവർ തിരിച്ച് എപ്പോൾ എന്നുള്ള കാര്യം വ്യക്തമാക്കുക. ഒരുപക്ഷെ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ റഫീഖ് നോർക്ക ഡെവലപ്മെന്റ് ഓഫീസറാണ്, അദ്ദേഹം മുംബൈയിലെ. ടെലിഫോൺ ലൈനിലുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഏറ്റവും സമാധാനകരമായ ഒരു വാർത്തയോടെയാണ് ഇന്നത്തെ ദിവസം പുലരുന്നത്. ഇപ്പം ഈ രണ്ട് കുട്ടികളും സുരക്ഷിതരായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇപ്പോഴുള്ളത് പൂനെ RPFന്റെ, അതായത് സ്റ്റേറ്റ് പോലീസിന്റെ RPFന്റെ റെയിൽവേ പോലീസിന്റെ ഓഫീസിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഒരു 3 മണിയോടുകൂടി കുട്ടികളുടെ ഈ ചെന്നൈ എഗ്മോർ വണ്ടിയിലാണ് കുട്ടികളെ പൂനെയിലോട്ട് RPF എത്തിച്ചത്. ഇവിടെ അപ്പോഴത്തേക്ക് ഞങ്ങളൊരു 4 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തി കുട്ടികളെ കണ്ട് സംസാരിച്ചിരുന്നു. അവര് സേഫാണ്, അവരെ വേറെ ബുദ്ധിമുട്ടൊന്നും അവർ പറഞ്ഞിരുന്നില്ല. എന്തോ ഒരു ആവശ്യങ്ങൾ, മറ്റു കാര്യങ്ങളൊന്നും അവരെ നമ്മൾ വിശദീകരിക്കാനോ മറ്റൊന്നും പോയില്ല. അവരുടെ മലയാളി സമാജം പ്രവർത്തകർ ഞങ്ങൾ വരുമ്പം തന്നെ പൂനെയിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഞാൻ ഇവിടുത്തെ സമാജം പ്രവർത്തകരെ വിളിച്ചിരുന്നു. അവര് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RPFന്റെ ഓഫീസിൽ എത്തുമ്പോഴത്തേക്കിന് അവരൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ അവരിവിടെ ഉണ്ടായിരുന്നു. അവരുടെ കുട്ടികൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാനും മറ്റും അവര് മുന്നിട്ട് നിന്നു. നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല സഹകരണമാണ് ഇവിടെ മഹാരാഷ്ട്ര പോലീസിന്റെയും RPFന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മലയാളി സമാജം പ്രവർത്തകർ, അതായത് ഈ ബോംബെയിലുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ, ബോംബെയിലാണ് എന്ന് ലൊക്കേഷൻ കാണിച്ചത് മുതൽ നമ്മുടെ ഈ മലയാളി കൂട്ടായ്മകൾ വളരെ ശ്രദ്ധാപൂർവം എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരുന്നു കണ്ടെത്താനുള്ള. അങ്ങനെയാണ് CSTയിൽ ഞങ്ങൾ ഉച്ച മുതൽ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ അവിടെ നിന്ന് പോയി, അവിടെ നിന്ന് ലൊക്കേഷൻ മാറിയപ്പോഴത്തേക്ക് പിന്നെ പൻവേൽ വരുമെന്ന് പറഞ്ഞു. പൻവേലിലെത്തി. പൻവേലിൽ നിന്നാണ് പിന്നെ അവിടെ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്നത് 11:30യോടുകൂടി അവിടെ നിന്ന് ഒരു ട്രെയിൻ കയറി ലൊക്കേഷൻ മൂവായി. അങ്ങനെയാണ് നമ്മുടെ കേരള പോലീസ് അറിയിച്ചത്. അപ്പൊ അത്തരത്തില് ഇവിടുത്തെ നമ്മുടെ മലയാളി അസോസിയേഷൻ പ്രവർത്തകര് ഒരു നീക്കം നടത്തി. പിന്നീടാണ് അറിയുന്നത് ഒരു ലൊക്കേഷൻ അത് കല്യാൺ വരെ വന്നിട്ട് മറ്റു ലൊക്കേഷനിലോട്ട് അകന്നു പോകുന്നത് കണ്ടത്. അങ്ങനെയാണ് ചെന്നൈ എഗ്മോർ വണ്ടിയില് ഉണ്ടെന്ന് മനസ്സിലായത്. അതങ്ങനെ RPFനെ ബന്ധപ്പെട്ട് RPF അത് കുട്ടികളെ ലോണാവാലയിൽ വെച്ച് അവരുടെ RPFന്റെ കസ്റ്റഡിയിലായി. പിന്നെ അത് അവിടെ റെയിൽവേ പോലീസിന്റെ മാർഗങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അവരെ പൂനെയിലാണ് അവർ ഇറക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പൂനെയിൽ എത്തിയത്. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് കുട്ടികളെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവരെ മെഡിക്കലിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പം അത് ഏകദേശം ഒരു 4-4:30 മണിയോടുകൂടി ഞങ്ങളിവിടെ എത്തി. അത് കഴിഞ്ഞ് ഒരു 5-5:30യോടുകൂടി മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരെ ഒരു കെയർ ഹോമിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ കേരള പോലീസ് അവിടെ 6 മണിക്കുള്ള ഫ്ലൈറ്റില് 8 മണിയോടുകൂടി എയർപോർട്ടിൽ മുംബൈയിലെത്തും. മുംബൈയിൽ നിന്ന് റോഡ് മാർഗം അല്ലെങ്കിൽ ട്രെയിൻ മാർഗം പൂനെയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ കേരള പോലീസിന് കൈമാറുന്നതായിരിക്കും. അങ്ങനെ ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും മൊത്തത്തിലുള്ള പരിശ്രമം മാധ്യമപ്രവർത്തകരുടെയും മറ്റ് പോലീസിന്റെയും RPFന്റെയും പ്രത്യേകിച്ച് പറയേണ്ടത് മുംബൈയിലെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരെ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ശുഭവാർത്തയ്ക്ക് കാരണമായി എന്നുള്ളതിൽ സന്തോഷം. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. കൂടുതൽ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ താങ്കളുടെ ഫോണിൽ ചാർജ് കുറവാണ് എന്നൊരു അറിയിപ്പ് എനിക്ക് നേരത്തെ കിട്ടിയതുകൊണ്ട് ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകരെയും ഞങ്ങൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ മലയാളികളുടെയും സന്തോഷവും നന്ദിയും അഭിനന്ദനവും അറിയിക്കുക. കാരണം നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും മലയാളി എന്ന വികാരം ഒന്നാണെന്ന് തോന്നുന്ന സമയങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്നാണിത്. മുൻപ് ഇതുപോലെ ഒരു കുട്ടി ട്രെയിൻ കയറിപ്പോയപ്പോഴും അതേ ഇടപെട്ടതും അന്ന് അവരെ സുരക്ഷിതമായ കുട്ടിയെ എത്തിക്കാൻ സഹായിച്ചതും മലയാളി സമാജം പ്രവർത്തകരായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ നിങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നമ്മളൊരു കൂട്ടായ്മ എന്നതിനപ്പുറത്ത് പരസ്പരം ഒരാവശ്യം വരുമ്പോൾ നമ്മളുണ്ട് എന്ന ഈ ഒരു ഫീൽ തന്നെയാണ് ഏറ്റവും വലുത്. താങ്ക് യു സോ മച്ച് സർ ഞങ്ങളോട് സംസാരിച്ചത്. അനുമോദ്, ഇതാണ് അപ്ഡേറ്റ്. ഏറ്റവും അവസാനം ഇപ്പോൾ കുട്ടികൾ കെയർ ഹോമിലാണുള്ളത്. ഇനി അറിയേണ്ടത് ഈ
താനൂർ പോലീസിൻ്റെ സംഘം എത്തി ഇവരെ ഏറ്റുവാങ്ങുക എന്ന് തന്നെയാണ്. ഒരു പക്ഷേ ഫോൺ ലൊക്കേഷൻ എന്നത് കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ടുള്ള കേരള പോലീസിൻ്റെ അന്വേഷണം ഇതിൽ എത്രത്തോളം നിർണായകമായിട്ടുണ്ട്? സമയം വൈകാതെ തന്നെയുള്ള ആ ഇടപെടൽ നമ്മൾ സമീപകാലത്ത് കാണേണ്ട ഒരു കാര്യം, ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ കഴിയുന്നതാണ് പല കേസുകളിലേക്കും നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിലാണെങ്കിലും മൊബൈൽ ടവർ ലൊക്കേഷനാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവര് ഫോൺ ഓൺ ചെയ്ത സമയം മുതൽ അവര് എവിടെയാണെന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇവരുടെ കൂടെ പോയ യുവാവ് ഈ സാഹചര്യങ്ങളിൽ അവരിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. അതോടെ ഇവര് 2 സംഘങ്ങളായി തിരിഞ്ഞു. പിന്നീട് ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഫോൺ ഓൺ ചെയ്തേ പറ്റൂ എന്നൊരു സാഹചര്യം വന്നു. അങ്ങനെയാണ് അവർ ഫോൺ ഓൺ ചെയ്തത്. അങ്ങനെ അവർ ഫോൺ ഓൺ ചെയ്തപ്പോൾ അത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമായിട്ട്. അതിനനുസരിച്ച് തുടർന്ന് RPF-ന്റെയും അതേപോലെ തന്നെ മഹാരാഷ്ട്ര പോലീസിന്റെയൊക്കെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും അവരെ ഈ ലൊക്കേഷനിലേക്ക് എത്തിക്കുവാനും ഒക്കെ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യുവാവുമായി പിരിഞ്ഞതിനെ തുടർന്ന് ഒരു പുതിയ സിം കാർഡ് മൊബൈൽ ഫോണിൽ ഇട്ടതാണ് ഈ ഒരു സംഭവത്തിൽ വഴിത്തിരിവായത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും എവിടെയാണെന്ന് അറിയാൻ കഴിയാതെ പല ഭാഗത്തായിട്ട് അന്വേഷണം വ്യാപകമായിട്ട് നടത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഈ വ്യാപകമായി നടത്തുന്നതിനപ്പുറം കൃത്യമായി നടത്തുവാൻ, ലൊക്കേറ്റ് ചെയ്യുവാൻ ഈ മൊബൈൽ ടവർ ലൊക്കേഷന്റെ സാന്നിധ്യം അത് എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അത് ഈ കേസിൽ മാത്രമല്ല, എല്ലാ കേസുകളിലും സമീപകാലത്ത് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏതൊരു മോഷണ കേസാവട്ടെ, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികളിലേക്ക് എത്താനാവട്ടെ, അവരിലൊക്കെ ഈ മൊബൈൽ ഫോണിനാണ് നിർണായകമായിട്ടുള്ളത്. എവിടെയെങ്കിലും എന്തെങ്കിലും മൊബൈൽ ഫോൺ ഓൺ ചെയ്താൽ അവരെ കൃത്യമായിട്ട് തിരിച്ചറിയുവാൻ, അവരുടെ ലൊക്കേഷൻ തിരിച്ചറിയുവാൻ അതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ഇവരിലേക്ക് എത്താൻ, ഈ അന്വേഷണ സംഘത്തെ അവരിലേക്ക് എത്തിക്കുവാൻ നിർണായകമായത് മൊബൈൽ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞതാണ്. അത് മാത്രമല്ല, മഹാരാഷ്ട്ര പോലീസിന്റെയും മറ്റ് RPF-ന്റെയും മലയാളി സമാജം പ്രവർത്തകരുടെയൊക്കെ വേഗത്തിലുള്ള ഇടപെടലും ഇതിൽ നിർണായകമാണ്. അവര് ഈ കുട്ടികളെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സുരക്ഷിതരായി ഇപ്പോൾ അവരെ കേരള പോലീസ് എത്തുന്നവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്നാലും കഴിഞ്ഞ 24 മണിക്കൂറിലേറെ നീണ്ടു നിന്ന വലിയ ആശങ്കയ്ക്കാണ് ഇവിടെ ഇപ്പോൾ ഒരു വിരാമമായിട്ടുള്ളത്. ഇനി നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്. കേരള പോലീസ് അവിടെ എത്തി ഈ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അത്തരം സ്വാഭാവികമായിട്ട് പൂർത്തീകരിക്കേണ്ട ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവരെ എത്രയും വേഗം കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കണ്ണൂർ DSP സംഘവുമാണ് അവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ന് അർദ്ധരാത്രിയോടെയോ നാളെയോ ആയിരിക്കും മിക്കവാറും അവരിവിടേക്ക് എത്തുക എന്നുള്ള വിവരമാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോഴും അനുമോദ്, എന്താണ് ഈ കുട്ടികളെ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് എന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. പലയിടത്തും പല റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഈ കുട്ടികൾ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവരങ്ങനെയൊക്കെ പറയും, പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പലയിടത്തും കാണുന്നുണ്ട്. നമുക്കറിയില്ല, നമുക്ക് ഈ കുട്ടികളുമായി സംസാരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഇനി പോലീസാണ് കൃത്യമായ ഒരു വിവരം നൽകേണ്ടത്. പക്ഷേ താനൂർ നമുക്കറിയാം എങ്ങനെയുള്ള ഒരു സ്ഥലമാണെന്ന് അറിയാം. അവിടെ നിന്ന് മുംബൈയിലേക്ക് പോകാൻ ഈ പ്രായത്തിലുള്ള 2 കുട്ടികൾ ധൈര്യപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ റിസ്ക് തന്നെയായിരുന്നു അല്ലേ? സത്യത്തില് ഈ ആൺകുട്ടികള് ഇങ്ങനെ ഈ നാട് വിട്ടു പോകുന്നതൊക്കെ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ നമ്മൾ പലയിടത്തും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പെൺകുട്ടികള് മുംബൈയിലേക്ക് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം നാട് വിട്ടു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കുട്ടിയാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കുട്ടി ഇവൾക്ക് കൂടെ സഹായമായിട്ട് സുഹൃത്തായിട്ട് പോയി എന്നാണ് അവകാശപ്പെടുന്നത്. ആ കുട്ടിയുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നായിട്ട് ആ കുട്ടി പറയുന്നില്ല. പക്ഷെ എങ്ങനെ ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഈ കുട്ടി തന്റെ ഒരു സുഹൃത്തിനെ, ഇൻസ്റ്റാഗ്രാം വഴിയുള്ള സൗഹൃദത്തിലുള്ള ഒരു സുഹൃത്തിനെ, ഞങ്ങൾ എന്തായാലും പോവുകയാണ്, ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ കൂടെ പോവുകയും അയാൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർ പിന്തിരിഞ്ഞില്ല എന്നാണ് ആ യുവാവിന്റെ കുടുംബമൊക്കെ അവകാശപ്പെടുന്നത്. അങ്ങനെ മുന്നും പിന്നും നോക്കാതെ ഈ ഒരു ഇറങ്ങിപ്പോകുന്ന സാഹചര്യം, അത് എന്താണ് അതിനെ പ്രേരിപ്പിച്ചതെന്നോ അത്രമാത്രം എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതൊക്കെ ഇനി
അവർ തന്നെ പറയണം, അല്ലെങ്കിൽ അത് കുടുംബം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിലുള്ള നടപടിയൊക്കെ കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളത്. കാരണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇത്രയും ദൂരത്തേക്കൊക്കെ പോയി മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര അപൂർവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ മലപ്പുറത്തൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഓരോ ദിവസവും പല കുട്ടികളും കാണാതായി എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മളത് വാർത്തയാക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് പറയും അത് നോക്കിയിട്ട് കൊടുത്താൽ മതി. കാരണം ചിലപ്പോൾ അവര് അടുത്തുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ കോഴിക്കോട്ടേക്കോ എവിടെയെങ്കിലുമൊക്കെ പോയതായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അവരെയൊക്കെ വളരെ വേഗത്തിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. കാരണം ഈ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അവര് തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അത് ഈ ഒരു പ്രായത്തില് കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി നടക്കുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിൽ പെൺകുട്ടികൾ ഇങ്ങനെ കാണാതെ പോകുന്നത്, ഇത്തരത്തിൽ ദൂരത്തേക്ക് പോകുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. അപ്പോൾ അവരെ എന്താണ് അവരെ ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് നാട് വിടാൻ പ്രേരിപ്പിച്ചത്? എന്ത് ധൈര്യത്തിലാണ് ഇവർ പോയത്? വേറെ എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? വിവരം വരായികളെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ഇത്രയും ദൂരത്തേക്ക് പോകാൻ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ട് വന്നതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും അവരെ കണ്ടെത്തി സുരക്ഷിതരായിട്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്കറിയാം, കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്കൊക്കെ നേരിടേണ്ടി വരുന്ന ഇത്തരത്തിൽ കൂടെ ആരുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ചൂഷണം ചെയ്യുവാനും അവരെ മറ്റു തരത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് സംഘങ്ങളൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട് അവിടെ. അതിലേക്കൊന്നും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും പോകാതെ അവരെ സുരക്ഷിതരായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞത്, അവരെ തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതൊക്കെ വലിയ ഒരു ഭാഗ്യമാണ്. അതിനൊപ്പം തന്നെ പോലീസിന്റെയും മറ്റു നടപടികളും അതിനേറെ സഹായകമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം കൃത്യമായ അന്വേഷണം, അതും സമയബന്ധിതമായിട്ടുള്ള അന്വേഷണം, അത് ഓരോ മേഖലയിൽ ഏത് തരത്തിൽ ഏതൊക്കെ ആളുകളെ പുറത്തിറക്കിക്കൊണ്ട് ഇത് ചെയ്യാമെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളുടെ അടക്കം വാർത്തകളും ഒക്കെ ഇതിനോടകം തന്നെ വിവിധ ഇടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതും ഇവരെ തിരിച്ചറിയുന്നതിന് മറ്റൊരു ഘടകമായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതുവാൻ. അങ്ങനെ പല തലങ്ങളിലുള്ള അന്വേഷണങ്ങളും ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ അവരെ വളരെ സുരക്ഷിതരായി കണ്ടെത്തുവാനും ഇപ്പോൾ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്ക് എത്തിക്കുവാനൊക്കെ കാരണമായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അവർ പറയേണ്ടതുണ്ട്. എന്താണ് പോകാനുണ്ടായ പ്രശ്നം, ചെയ്ത വികാരം എന്തായിരുന്നു, ശരിക്ക് വേറെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ ഇനി അവർ പറയേണ്ടതാണ്. ആദ്യം അവർ സുരക്ഷിതരായി തിരിച്ചെത്തുക എന്നുള്ളത് മാത്രമാണല്ലോ നമുക്ക് മുമ്പിലുള്ള ഒരു മുഖ്യ വിഷയം. തീർച്ചയായും ആ കുട്ടികൾ സുരക്ഷിതരാണ്. ഇപ്പോൾ അവിടെ പൂനെയിൽ ഒരു കെയർ ഹോമിലാണ് അവരുള്ളത്. രാവിലെ മെഡിക്കൽ പരിശോധനയ്ക്കൊക്കെ ശേഷം ആ കുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം ഏതാണ്ട് 1:45 ലോണാവാലയിൽ വെച്ച് ഈ കുട്ടികളെ കണ്ടെത്തുന്നത്, RPF കണ്ടെത്തുന്നത്. തുടർന്ന് പൂനെയിലേക്ക് എത്തിച്ചു, പുലർച്ചയോടെ പൂനെയിലെത്തിച്ചു. അത് കഴിഞ്ഞ് പരിശോധന കഴിഞ്ഞു. ഇപ്പോൾ അവരെ തൽക്കാലത്തേക്ക് ഒരു സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കേരള പോലീസിൻ്റെ സംഘം അവിടെ എത്തിയിട്ടായിരിക്കും കുട്ടികളെ ഏറ്റുവാങ്ങി തിരിച്ച് നാട്ടിലെത്തിക്കുന്നത്. എന്തായാലും വളരെ പ്ലാൻഡ് ആയിരുന്നു. പൈസ കയ്യിൽ അവർ ഒരുക്കി വെച്ചു, ആ പൈസ ചിലവാക്കുകയും ചെയ്തു. അതൊക്കെ വളരെ നിർണായകമായി. എന്തായാലും ഭാഗ്യം എന്ന വാക്കിന് എത്രത്തോളം അർത്ഥമുണ്ട് എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ഒരു പരിക്കും കൂടാതെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ 2 കുട്ടികളെയും സുരക്ഷിതരായി കിട്ടിയത് അതിനെ ഭാഗ്യമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഒപ്പം എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലവും. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. CPM ഇത് സമ്മേളനകാലം. ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ ശ്രീ പ്രകാശ് കാരാട്ട് രാവിലെ പ്രഭാത സവാരിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സമയത്ത് രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന് നേതാക്കളൊക്കെ ഇറങ്ങുകയും ആ സമയത്ത് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. വികസന പദ്ധതിക്ക് സെസ് ആവാമെന്ന CPM. സമ്പന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും സൗജന്യം വേണമോ എന്ന് പരിശോധിക്കണം. വരുമാനത്തിനനുസരിച്ച് പ്രത്യേക വിഭാഗമാകാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച വികസന രേഖയിൽ പറയുന്നു.
പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ, അത് ഉറപ്പാക്കും, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, കൃത്യമായി വിതരണം ചെയ്യും. അങ്ങനെ വികസന രേഖയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വി അരുൺ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് വികസന രേഖയിൽ നിന്നുള്ള ഈ വിവരങ്ങളൊക്കെ വരുന്നത്. അതായത് വളരെ വളരെ പ്രാക്ടിക്കലായ ഒരു നിലപാടിലേക്ക് CPM ഈ വികസന രേഖയിലൂടെ കടക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം, അല്ലേ? തീർച്ചയായിട്ടും വികസന നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സെസ് എന്നുള്ളതാണ്. പക്ഷേ സെസ് എല്ലാവരിൽ നിന്നും പിരിക്കുകയല്ല, ഈ രേഖയിൽ നിർദ്ദേശിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെസ്സുകൾ ചുമത്തുന്ന സാധ്യതകളെ പരിശോധിക്കണം, എല്ലാ സൌജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കുൾപ്പെടെ നൽകണമോ എന്ന് പരിശോധിക്കണമെന്നാണ് സെസ് പ്രധാനമന്ത്രി ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം ഇവിടെ പ്രവാസവാരി കറിയാം. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് ശ്രമിക്കാം നമുക്ക്. പതിവ് പ്രഭാത സവാരിയാണ്. സാധാരണഗതിയിൽ അദ്ദേഹം അത്ര പെട്ടെന്നൊന്നും ഈ പ്രഭാതം നടത്തം ശീലമാണോ? ഓക്കെ അതെ, സർക്കാരത്തേക്ക് അതിന്റെ പ്രതികരണം ഉണ്ടായില്ല. ഏതായാലും ഈ സെസ് തന്നെയാകും ഇത് പ്രധാനപ്പെട്ട ഒരു വിവാദ ഇതായി വരാൻ പോകുന്നു. പക്ഷെ അതിൽ ഒരു പോസിറ്റീവ് കാര്യമുള്ളത് എല്ലാ പേർക്കും സെസ് എന്നല്ല, എല്ലാവരിൽ നിന്നും ഫീസ് പിരിക്കുക എന്നുള്ളതല്ല, സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സെസ് പിരിക്കാനുള്ള നിർദ്ദേശമാണ് രേഖയിൽ പ്രധാനമായുമുള്ളത്. അതിനൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി രേഖ അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കി. നേരത്തെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയതാണ്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും. അതിനൊപ്പം വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന നേരത്തെ CPMന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അത് നടപ്പാക്കുമെന്ന് കൂടി ഇന്നലെ മുഖ്യമന്ത്രി ഈ വികസന രേഖ ബന്ധപ്പെട്ട് പറഞ്ഞു. അല്പസമയം മുമ്പ് നമ്മൾ വ്യവസായ മന്ത്രി P രാജീവുമായി സംസാരിച്ചു. അദ്ദേഹവും പറയുന്നത് ഈ സെസ് എന്ന് പറയുന്നത് ഒരു നിർദ്ദേശം മാത്രമാണ്, അത് പലതരത്തിൽ പിരിക്കേണ്ടി വരും. സമ്പന്നർ അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആളുകളിൽ നിന്ന് ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശം അത് ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. കിഫ്ബി റോഡുകളുടെ കാര്യത്തിലടക്കം, റോഡുകളുടെ ടോളിന്റെ കാര്യത്തിലടക്കം അത്തരം നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും വികസന രേഖ നാളെയാണ് CPM സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചർച്ച അതിലുണ്ടാകും. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഇന്നത്തെ വിവരങ്ങളിലേക്ക് വരും മുമ്പ് നമുക്ക് മന്ത്രി P രാജീവുമായി സംസാരിച്ചതൊന്ന് കണ്ടാലോ. P രാജീവ് പറഞ്ഞത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സെസ്സും ഫീസും എന്നത് തൽക്കാലം നിർദ്ദേശങ്ങൾ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നവകേരളത്തിനുള്ള പൊതു വഴികൾ എന്ന വികസന രേഖ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. എന്താണ് രേഖയിൽ വലിയ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? കഴിഞ്ഞ സമ്മേളനം നവകേരള രേഖ അംഗീകരിക്കുകയുണ്ടായി. അത് പിന്നീട് ചർച്ച ചെയ്ത് LDFന്റെ കൂടി അംഗീകാരമുള്ള രേഖയായി മാറുകയുണ്ടായി. അപ്പോൾ രേഖ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോയി, ഏത് ദിശയിലേക്കാണ് പോയത്, ഇനി അതിന്റെ തുടർച്ചയ്ക്കും പുതിയ കാലത്തിനനുസരിച്ച് എന്തെല്ലാം പുതുക്കലുകൾ, മാറ്റങ്ങൾ വേണ്ടിവരും, ഇതെല്ലാമാണ് ചർച്ച ചെയ്യുക. അത് സമ്മേളനമാകെ ചർച്ച ചെയ്ത് രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു പൊതു പാർട്ടി കാഴ്ചപ്പാടായി വരികയുള്ളൂ. ആ ഘട്ടത്തിൽ മാത്രമാണ് പൊതുവായ കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക. ഈ എറണാകുളം സമ്മേളനത്തിലെ രേഖയിലാണ് സ്വകാര്യ സർവകലാശാല അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യം മാറുകയും ചെയ്തു. അത്തരം എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഇതിൽ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കണ്ടത് അതിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതാണ് പൊതുവെ രേഖ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഉള്ളതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള തുടർച്ചയായിട്ടും ഈ രേഖയും കാണാൻ കഴിയും. ഈ കിഫ്ബി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യൂസർ ഫീഡ്ബാക്ക് നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഈ സെസ് അടക്കം പിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ രേഖയിലുണ്ട്. അതെങ്ങനെയാണ് അത്? രേഖ ഇപ്പൊ അംഗീകരിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ. കിഫ്ബി പദ്ധതിയിൽ നേരത്തെ തന്നെ ഗവൺമെന്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് വായ്പാ പരിധിയിൽ അത് ഉൾപ്പെടുത്തുന്നതിന് NHA ഒക്കെ എടുക്കുന്ന വായ്പയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കിഫ്ബിക്ക് എടുക്കുന്ന വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് അവർ പറയുന്ന ഒരു ന്യായം റവന്യൂ വരുമാനമില്ല എന്നുള്ളതാണ്, തിരിച്ചു വരുമാനം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതിന് എങ്ങനെ സാധ്യമാകും? ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം P രാജീവ് സംസാരിക്കുകയായിരുന്നു അരുണിനോട്. ഈ തുടർച്ചയായി ഭരണം കിട്ടുമ്പോൾ ബംഗാൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത വേണം എന്നൊരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണമെന്നും പാർട്ടി അധികാര കേന്ദ്രങ്ങളാണെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷേത്രങ്ങളിലെത്തുന്ന വിശ്വാസികളായ സ്ത്രീകളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP ശ്രമിക്കുന്നതായും മഹിളാ അസോസിയേഷൻ ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആകുന്നില്ല എന്നും സ്വയം വിമർശനപരമായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അരുൺ, ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് BJP സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഏരിയകൾ എന്തൊക്കെയാണ്,
അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ബംഗാളിനെ സംബന്ധിച്ചുള്ള പരാമർശം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ പലയിടത്തും നേതൃത്വം ആക്സസിബിൾ അല്ല, അല്ലെങ്കിൽ നേതൃത്വത്തിന് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിലാണ് നേതൃത്വം എന്നൊരു വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ അങ്ങനെ ആത്മവിമർശനപരമായി തന്നെ പാർട്ടി ഇക്കാര്യങ്ങളെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ CPM സമ്മേളനങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. വിമർശനവും സ്വയവിമർശനവും ഒക്കെ ഉണ്ടാകും. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. ഒരു പ്രധാനപ്പെട്ട കാര്യം, തുടർഭരണത്തിൽ CPM തുടർച്ച ഉറപ്പിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും അത് വലിയ അപജയങ്ങൾക്കും വഴിയുണ്ടാകും. പാർട്ടിയിൽ സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് CPM സമ്മതിക്കുന്നുണ്ട്. ബംഗാൾ അവർക്കൊരു പാഠമാണ്. 30-35 വർഷത്തോളം തുടർച്ചയായി ഭരിച്ച ബംഗാൾ അവർക്കൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊള്ളണമെന്നൊരു നിർദ്ദേശം കൂടി ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല, ചില മന്ത്രിമാരുടെ പ്രവർത്തനം വിചാരിച്ചതിനത്ര ഉയർന്നിട്ടില്ല എന്നൊരു പരാമർശം ഈ രേഖയിലുണ്ട്, പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. അതും അത്തരം കാര്യങ്ങളും ഇന്ന് ഈ സംഘടനാ റിപ്പോർട്ട് ചർച്ചയിൽ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ കൂടുതൽ നേതാക്കൾ എല്ലാവരും ഈ ബീച്ച് റോഡിൽ നടക്കുമ്പോൾ ബീച്ചിൽ തന്നെ നടക്കുകയാണ്. ധനമന്ത്രി തോമസ് ഐസക്, മുൻ ധനമന്ത്രി തോമസ് ഐസക്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന് ഈ ബീച്ചൊന്നും അത്ര ഈ ബീച്ച് എല്ലാവരും ഈ റോഡിൽ കൂടെയാണ് പോകുക. ടാർഗറ്റ് റോഡോ സ്പീഡിൽ നടന്നു പോവാം. ഇതെന്നാ ബീച്ചാണ് തിരഞ്ഞെടുത്തത്. വളരെ ബുദ്ധിമുട്ടില്ല നടന്നു നീങ്ങാൻ. എഫർട്ട് കൂടും മണ്ണിൽ കൂടി നടക്കാനായിട്ട്. മൺതിട്ടേ കൂടി നടക്കുമ്പോ ബീച്ച് നടക്കുമ്പോ അങ്ങനെ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചൊന്ന് കാലുമൊക്കെ നനയൊക്കെ ചെയ്യുന്ന ഒരു രസമാണ്. ഈ തുടർഭരണം എന്ന വലിയൊരു പ്രതീക്ഷയിൽ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അത് എത്രത്തോളം എഫർട്ട് വേണ്ടിവരും അവിടേക്ക് എത്താൻ? തുടർഭരണത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കാൻ പോണത്. തുടർഭരണം കിട്ടി എന്നൊന്നും ഗ്യാരണ്ടിയില്ല. പക്ഷെ അതിനു വേണ്ടിയാണ്, അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. വലിയ നേട്ടം നേടാൻ പറ്റും, ഒരു തുടർഭരണം കൊണ്ടുവരാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു തിരിച്ചുവരവിന്റെ അടിത്തറ കേരളത്തിൽ നിന്നാണ്. കേരളത്തെക്കുറിച്ച് പഴയൊരു പുസ്തകമുണ്ട് കേട്ടോ, കേരള എനാൻ ഓഫ് ഇന്ത്യ, വിക്ടർ ഫിച്ചിന്റെയാണ്. എന്നുവെച്ചാൽ എനാൻ ഒരു താവളമാണ്. അവിടെ നിന്ന് മാവു പിന്നീട് അങ്ങ് പോയി. കേരള അതുപോലെ ഈ ബംഗാള് ഒരു പാഠവുമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് റിപ്പോർട്ടിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. റിപ്പോർട്ട് ഉണ്ടെന്ന് അങ്ങ് പറയില്ല, ഏതായാലും ഞങ്ങൾ അങ്ങനെ പറയുന്നു. റിപ്പോർട്ടിൽ ബംഗാൾ ഒരു പാഠമായി കാണണം. തുടർഭരണം അവിടെ പാർട്ടി എത്തിച്ച അവസ്ഥ അറിയാമല്ലോ. അപ്പൊ അതൊരു മുന്നറിയിപ്പ് കൂടിയല്ലേ അത്? ജാഗ്രത പുലർത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തുടർഭരണം വേണ്ട, ഒന്നരാടം മതി എന്നുള്ളതല്ല അതിൽ നിന്ന് പഠിച്ച പാഠം. പക്ഷെ അതിൽ നിന്ന് പഠിച്ച പാഠം ഉണ്ടായിരിക്കുന്ന ചില ദൂഷ്യങ്ങള്, ആ ദൂഷ്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം. അതിനുവേണ്ടിയിട്ട് പാർട്ടി മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇത് ജാഗ്രതപ്പെടുത്തിയതാണ്. എന്നിട്ടും ചില പോരായ്മകളുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ കർശനമായിട്ട് തെറ്റുകൾ തിരുത്തുന്നതിനും പാർട്ടിയിൽ ഇങ്ങനെയുള്ള അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ ഇല്ലാതാക്കുന്നതിനും ശക്തമായ നടപടികൾ ഈ സംഘടനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുണ്ടാവും. ഈ വികസന രേഖ ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. നാളെ അതിൽ വിശദ ചർച്ച നടക്കാനിരിക്കുകയാണ്. ഈ വികസന രേഖ വരുമ്പോൾ ഈ സെസ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വേണം. ഈ സാമ്പത്തിക നിലയനുസരിച്ച് സെസ് ഏർപ്പെടുത്താൻ എല്ലാവർക്കും സാർവത്രിക സൗജന്യം കൊടുക്കേണ്ട എന്നൊരു നിർദ്ദേശമുണ്ട്. അങ്ങനെ എന്തെങ്കിലും അത് പുതിയ കാര്യമല്ലല്ലോ, ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ഒന്ന്, കേരളത്തിൽ യൂസർ ഫീ എന്ന് പറഞ്ഞ പുതിയ കാര്യമൊന്നുമല്ല. ഇന്ത്യ രാജ്യ ജനങ്ങളുടെ 2.8% ഉള്ളു കേരളം. പക്ഷേ ഇന്ത്യയിലെ നികുതിയേതര വരുമാനത്തിന്റെ 5% കേരളത്തിൽ നിന്നാണ്. ഇനിയിപ്പോ ലോട്ടറി മാറ്റി നിർത്തിയാൽ പോലും 3.5-4% വരും. അപ്പോ നമുക്ക് ഇപ്പൊ തന്നെ യൂസർ ഫീ ഉണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിച്ചേ തീരും. സംസ്ഥാന സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള പോംവഴികളെക്കുറിച്ച് നിശ്ചയമായിട്ടും സമ്മേളനം ചർച്ച ചെയ്യും. ചർച്ച ചെയ്തേ പറ്റുമോ? ഈ കിഫ്ബി ടോൾ ഉൾപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നേരത്തെ വന്നിട്ടുള്ളതാണ്. അത് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതല്ലേ, മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ. പക്ഷേ പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടാവും. കാരണം കിഫ്ബി കേരളത്തിന് വലിയ പ്രതീക്ഷയാണ്. കിഫ്ബിയിലുള്ള പ്രൊജക്ടുകൾ നമ്മൾ നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. അത് തടയാനാ കേന്ദ്രം ശ്രമിക്കണേ.
തടയാൻ ശ്രമിക്കുന്നത് എങ്ങനെയാ? കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയാണെന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണഗതിയിലുള്ള വായ്പ വെട്ടിക്കുറയ്ക്കുകയാണ്. അതോടെ നമ്മുടെ ബഡ്ജറ്റ് അവതാളത്തിലാവുകയാണ്. അതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരാ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നമ്മൾ അവരുടെ പല കാര്യങ്ങളും അനുസരിച്ചേ തീരൂ. അപ്പോൾ പിന്നെന്താ ഒരു വഴി? ആ വഴിയാണ് നമ്മൾ തേടുന്നത്. കേന്ദ്രം പറയുന്ന പോലെ എല്ലാം സംസ്ഥാന സർക്കാരിലാണ് കൊടുക്കുന്നത്. അത് റവന്യൂ ജനറേറ്റിംഗ് സ്ഥാപനമാണ്. അതിൽ നിന്നാണ് അവരുടെ വായ്പ അവർ തിരിച്ചടക്കുന്നത് എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ പറ്റണം. വേണ്ടുന്ന കോടതിയിൽ പോകേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ കേന്ദ്രത്തിനെതിരായ ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് വരുമാനം ഇതുവഴി ഉണ്ടാക്കിക്കൊള്ളാം എന്ന് കണ്ടുകൊണ്ടുള്ള നീക്കമല്ല കിഫ്ബിയുടെ സെസ്. കേന്ദ്രം സഹായിക്കേണ്ട രീതിയിൽ സഹായിച്ചാൽ ഒരു പക്ഷത്തെ ഒഴിവാക്കാനും കഴിയുമായിരിക്കും അല്ലേ? കോടതി പോയിട്ട് നമ്മൾ 13,500 കോടി രൂപ കിട്ടിയില്ലേ? കോടതി പോയി കേസ് നടത്തിയിട്ട് ഇനിയിപ്പോ ഇതും മാറ്റം വരുത്തിയിട്ട് സുപ്രീം കോടതി പോയ ഉറപ്പാണെന്ന് കേന്ദ്രത്തിന് വാദിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് ഞങ്ങൾ വെട്ടിക്കുറക്കണത്? അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കൊന്നും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനും വായ്പ എടുക്കാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് കേന്ദ്രം നമ്മുടെ കിഫ്ബിയെ നശിപ്പിക്കാൻ നോക്കുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കേരളം ഉയർത്തുന്നു. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വേണം കിഫ്ബി വഴിയുള്ള സെസ്സിനെ കാണാൻ. അതുതന്നെയാണ് മുൻ ധനമന്ത്രി സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടായേ മതിയാകൂ. രാവിലത്തെ നടത്തം മുടക്കണ്ട. അദ്ദേഹം സംസാരിച്ച് മണലിലൂടെ സംസാരിച്ച് നടക്കുന്നത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ ഒന്ന് ഇരുന്നു. അദ്ദേഹത്തിന്റെ നടത്തം മുടക്കണ്ട. എന്തായാലും രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ലെന്നും ഈ റിപ്പോർട്ടിൽ വിമർശനമുള്ളതായി അറിയുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ അത്തരമൊരു പരാമർശമുണ്ട്. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ മന്ത്രിമാർക്ക് പ്രതിരോധിക്കാനായില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ ധനമന്ത്രിയായിരുന്നപ്പോൾ കിഫ്ബി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പലതും പിറകോട്ടുള്ള പോക്കാണ്. അത് അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു കേന്ദ്രത്തിനെതിരായ പ്രതിരോധമായി വേണം കാണാൻ എന്ന ആ ആഹ്വാനമാണ് അതിൽ നിന്ന് എടുക്കേണ്ട പോയിന്റ് എന്ന് തോന്നുന്നു. VV അരുണാണ് കൊല്ലത്ത് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിവരങ്ങൾ നൽകിയത്. സമ്മേളന നഗരിയിൽ അല്ല, രാവിലെ സമയത്ത് അവരൊക്കെ ഉള്ളത് ഇങ്ങനെ ബീച്ചിലും റോഡിലൊക്കെ ആയിട്ട് നടത്തത്തിലാണ്. ആ സമയത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും ഫ്ലെക്സുകൾ ഉണ്ടാവും, ബോർഡുകൾ ഉണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയുണ്ട് എന്നതാണ്. കൊടിയും ഫ്ലെക്സും സ്ഥാപിച്ച CPM-ന് കോർപ്പറേഷനാണ് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. ഫീസ് അടച്ച് നിയമാനുസൃതം ഫ്ലെക്സ് സ്ഥാപിക്കാൻ CPM അനുമതി തേടിയിരുന്നെങ്കിലും കോർപ്പറേഷൻ അതിൽ തീരുമാനമെടുത്തിരുന്നില്ല. മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വൻതാരയിൽ അനന്തംബാനി പ്രകൃതിദത്തമായ ഒരു കാണ്ടാമൃഗ പറുദീസ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒറ്റക്കൊമ്പൻ ജീവികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ 5 ഏക്കർ വിസ്തൃതിയുള്ള ആവാസ വ്യവസ്ഥ. ഇവിടുത്തെ പുൽമേടുകൾ അവയുടെ യഥാർത്ഥ ആവാസ വ്യവസ്ഥയെ അനുകരിക്കുന്നതാണ്. യഥാർത്ഥ ജലാശയങ്ങളും ചെളിയും നിറഞ്ഞതാണ് സ്ഥലം. പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ചേർന്ന് കാണ്ടാമൃഗങ്ങൾക്ക് ക്യാരറ്റും വാഴപ്പഴവും നൽകി. വൻതാരയുടെ ഉള്ളിൽ പ്രധാനമന്ത്രിക്ക് ചെറുതും വലുതുമായ നിരവധി ജീവികളെ കാണാൻ കഴിഞ്ഞു. ലെമറുകൾ മുതൽ സൗഹൃദമായി ഇടപഴകുന്ന സീലുകളെ വരെ കണ്ടു. ഒറാങ്ങുട്ടനെ കണ്ടത് പ്രത്യേക അനുഭവമായി. Human welfare, there are a lot of people working, but animal welfare, there are few people working. I think I was the chosen one, and I was fortunate enough that God's blessings that I could do seva of animals. For me,
in today's life you can't see God, but I see God within every animal. They say that in our dharma, they say that in a cow there are 64 crore devtas. But for me, not only in a cow, but I see in every animal a devta. So it's my giving back to society. Does it help you heal? Yes, of course. So I've healed a lot in my own way, and I think it's all because of the animals' blessings. You've had your own. I've had my own battles with my health, so I have overcome that, and I think one of the biggest reasons is that of the blessings of these animals who we've rescued, and more than that, it also makes me feel that we're contributing back to society in some way. പ്രധാനമന്ത്രിയും അനന്ത് അംബാനിയും ജിറാഫിന്റെ കൂട് സന്ദർശിച്ചു. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗങ്ങളെ അടുത്തുനിന്ന് കണ്ടു. വൻതാര അതിമനോഹരമായ സീബ്രകളുടെയും ആവാസ കേന്ദ്രമാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശം അവയെ എങ്ങനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നുവെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി. പിന്നീട് കണ്ടത് ഉരകങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന വിഭാഗമായിരുന്നു. ഈ ജീവികൾക്ക് അവിശ്വസനീയമായ രീതിയിൽ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയും. പ്രധാനമന്ത്രി ചീങ്കണ്ണികളെയും മുതലകളെയും നിരീക്ഷിച്ചു. അനന്ത് അംബാനിക്കൊപ്പം പ്രധാനമന്ത്രി അപൂർവമായ ഇനത്തിൽപ്പെട്ട പാമ്പുകളെ കണ്ടു. നമ്മൾ ഈ ബുള്ളറ്റിൻ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് പെട്ടെന്നുണ്ടാകും എന്ന്. ഇന്ന് അഫാനെ പലയിടത്തും എത്തിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിയുന്നു. ഇന്ന് അഫാൻ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണു. രാവിലെയാണ് കുഴഞ്ഞു വീണത്. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി വി വിനോദ് ഉണ്ട്. വിനോദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? പോലീസ് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു കുഴഞ്ഞു വീഴൽ എന്താണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്? ശ്രീജ, ഇന്ന് രാവിലെയാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമെന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടത്താനായിരുന്നു തീരുമാനം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി തെളിവെടുപ്പ് സാധ്യമല്ല. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് നടത്താനുള്ള ഒരു ആലോചനയുണ്ട്. അപ്പോഴും ഈ ആരോഗ്യസ്ഥിതി പരിഗണിച്ചായിരിക്കും തുടർ നടപടികൾ. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഇതിനു മുൻപ് ഈ പാങ്ങോട് കൊലപാതകത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അവിടെ പിതാവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകുകയും അതിൽ അന്വേഷണ സംഘത്തിന് പ്രതിയെ വിട്ടുകൊടുക്കുകയുമായിരുന്നു. 3 ദിവസത്തേക്കാണ് പ്രതിയെ വിട്ടുകൊടുത്തുകൊണ്ട് നെടുമങ്ങാട് കോടതിയുടെ നടപടി ഉണ്ടായത്. അവിടെ ചുറ്റികൊണ്ട് വാപ്പുമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും അവരുടെ മാല കവരുകയുമായിരുന്നു. തുടർന്ന് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ആ മാല പണയം വെച്ച് പണം വാങ്ങി ആയുധം വാങ്ങിയ കടയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ പല സ്ഥലങ്ങളിലായി, അതായത് കൊലപാതകം നടന്ന വീട്, ധനകാര്യ സ്ഥാപനം, ആയുധം വാങ്ങിയ കേന്ദ്രം, ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ATM ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇന്നാണ് പൂർണ്ണതോതിൽ, അതായത് നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പലയിടങ്ങളിലായി തെളിവെടുപ്പ് പൂർത്തിയാക്കി നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു അന്വേഷണ സംഘം. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോഗ്യസ്ഥിതിയിലെ മാറ്റം കാരണം തെളിവെടുപ്പ് വൈകുകയാണ്. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാവിലെയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണത്. തെളിവെടുപ്പ് അല്പം വൈകും. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. മറ്റ് വാർത്തകൾ നോക്കാം. ലവ് ജിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളുടെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് തുടർവാദം നടക്കും. നേരത്തെ കേസ് പരിഗണിച്ച കോടതി ദമ്പതികൾക്ക് കേരളത്തിൽ തന്നെ തുടരാമെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ കായംകുളത്താണ് ദമ്പതികൾ ഉള്ളത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേർന്നു. ആജ്ഞ, നിയമപരമായി അവർ വിവാഹിതരാണ്. വേണ്ടത് അവർക്ക് സുരക്ഷയാണ്. പ്രത്യേകിച്ച് ജാർഖണ്ഡ് പോലീസൊക്കെ പലതവണ വന്ന് ഇവരെ കൊണ്ടുപോകാൻ, കള്ളക്കേസിൽ കുടുക്കിയടക്കം കൊണ്ടുപോകാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ കോടതിയിലെ തുടർവാദത്തിൽ എന്തായിരിക്കും ഇന്ന് പ്രധാനമായും വരിക?
ശ്രീജ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ആണ് ഹൈക്കോടതി ലവ് ജിഹാദ് ആരോപിച്ച് ജാർഖണ്ഡിലെത്തിയ ആജ്ഞ പറഞ്ഞോളൂ, കേൾക്കാം. ശ്രീജ, ജാർഖണ്ഡിൽ നിന്നും ലവ് ജിഹാദ് ആരോപിച്ച് കേരളത്തിലെത്തിയ ദമ്പതിമാർക്ക് കഠിനമായ മാനസിക സംഘർഷമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെത്തിയ ശേഷവും അനുഭവിക്കേണ്ടത് വന്നത്. ജാർഖണ്ഡിൽ അത് വലിയൊരു മതപ്രശ്നമായി മാറുകയും അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ പ്രശ്നമായി മാറുകയും അവർ കേരളത്തിൽ അഭയം തേടുകയുമായിരുന്നു. അങ്ങനെയാണ് കായംകുളത്ത് എത്തുകയും കായംകുളത്ത് ഈ വരന്റെ സുഹൃത്ത് അദ്ദേഹം ദുബായിലാണ് ജോലി ചെയ്യുന്നത്. വരന്റെ സുഹൃത്ത് കായംകുളത്ത് സ്വദേശി ആയതുകൊണ്ട് അവിടേക്ക് സജസ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് രണ്ടുപേരും കായംകുളത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ കായംകുളത്ത് എത്തിയപ്പോൾ ഇവർക്ക് ഈ ജാർഖണ്ഡ് പോലീസ് ഇയാൾക്കെതിരെ കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കിഡ്നാപ്പിംഗ് കേസിന്റെ സാഹചര്യത്തിൽ അതിന്റെ FIR-മായി കേരളത്തിലെത്തിക്കുകയും ചെയ്തു. ഈ FIR തന്നെ വാങ്ങിയത് ഈ വരന്റെ പിതാവിൻ്റെയും അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയും ഒക്കെ കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് ഈ FIR വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കസ്റ്റഡിയിൽ വെച്ച ശേഷം ഇവന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അയച്ചു തന്നെങ്കിൽ മാത്രമേ പാരൻസിനെ വിട്ടയക്കൂ എന്നുള്ള നിർബന്ധം ജാർഖണ്ഡ് പോലീസ് നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഈ FIR അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തതും. കിഡ്നാപ്പിംഗ് കേസുമായിട്ടാണ് ജാർഖണ്ഡ് പോലീസ് വീണ്ടും കായംകുളം പോലീസിനെ സമീപിക്കുന്നതും. പക്ഷേ ഹൈക്കോടതി അതിൽ കൃത്യമായൊരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ജാർഖണ്ഡ് പോലീസ് ഇട്ടിരിക്കുന്ന ഈ FIR കളവാണെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കിഡ്നാപ്പിംഗ് കേസാണ് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ 2 ആളുകൾ തമ്മിൽ ഒന്നിച്ചു താമസിക്കുന്നതിനുള്ള ഇന്ത്യൻ നിയമം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവം പുറപ്പെടുവിച്ചത്. ഈ പോലീസ് സംരക്ഷണം നൽകണം, അത് പോലീസിന് അതിന് പരിമിതികളുണ്ട്, പോലീസിൻ്റെതായ രീതിയിൽ തീരുമാനമെടുക്കുക. അതുകൊണ്ട് തന്നെ പോലീസിനെ തന്നെ എതിർകക്ഷികളാക്കി തന്നെയാണ് ഹൈക്കോടതിയിൽ ഹർജി പോയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കായംകുളം SHOയ്ക്കുമായിരുന്നു ഹൈക്കോടതി ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിധി തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ ഒരാഴ്ച അത് ഇന്ന് അവസാനിക്കുകയാണ്. കേസ് വീണ്ടും പരിഗണിക്കും. ശ്രീജ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ മുൻനിർത്തി തന്നെ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വിധി വരിക എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ലവ് ജിഹാദ് ആരോപിച്ച് 2 വ്യത്യസ്ത മതസ്ഥർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ലവ് ജിഹാദ് ആരോപിച്ച് രംഗത്തെത്തുന്ന അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ത് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മറ്റൊരു കേരളത്തെ പറ്റി കാരണം കേരളം ലവ് ജിഹാദിൻ്റെ കേന്ദ്രമാണ് എന്നുള്ള തരത്തിലുള്ള പ്രചാരങ്ങൾ നടക്കുന്നതിനിടയിലാണ് കേരളത്തിലേക്ക് ഇത്തരത്തിൽ അതായത് ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് അർത്ഥം കൽപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നാണ് ഈ സംഭവം കൊണ്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് തീർച്ചയായും ആജ്ഞ അവരുടെ സംരക്ഷണം കേരളത്തിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു അവസരം ഹൈക്കോടതി ഇടപെടലിലൂടെ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് നേരത്തെ നൽകിയിരുന്നത് ഇടക്കാല ഉത്തരവാണ്. ഈ വിഷയത്തിൽ ഇന്നാണ് ഇപ്പോൾ തുടർവാദം നടക്കുന്നത്. അവർക്ക് സമാധാനത്തോടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളോടും കൂടി ഇവിടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഭിമാനകരമായ ഒരു കാര്യം, ഈ വിഷയം പൊതുശ്രദ്ധയിൽ എത്തിയത് ന്യൂസ് 18 ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് നൽകിയ റിപ്പോർട്ടിലൂടെയാണ്. അവർക്ക് അതിനെ തുടർന്ന് വലിയ പിന്തുണ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്തു എന്നതാണ്. അവർ സമാധാനത്തോടെ ജീവിക്കട്ടെ. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ലഹരിയുടെ കണ്ണികൾ മുറുക്കുമ്പോൾ അത് പൊട്ടിക്കാൻ പോലീസ്. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാർ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ എറണാകുളത്ത് തമ്പടിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിൽ എക്സൈസ്. ഇവരാണ് ജില്ലയിലേക്കുള്ള കഞ്ചാവ് കടത്തിനെ നിയന്ത്രിക്കുന്നത്. അടുത്തിടെ പിടിയിലായ ഭൂരിഭാഗം കേസുകളിലും പ്രതികളായത് ഇതര സംസ്ഥാനക്കാരാണ്. ആലുവ, പെരുമ്പാവൂർ മേഖലകൾ കഴിഞ്ഞ കുറെ നാളുകളായി ലഹരി മാഫിയയുടെ താവളമാണ്. ആര് വരുന്നു പോകുന്നു എന്ന കൃത്യമായൊരു കണക്ക് പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ ഇല്ല. എല്ലാ കൾട്ടിവേഷനും എല്ലാം നടക്കുന്നതെല്ലാം
നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ്. സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ, ഹൈദരാബാദ്, ഗോവ എന്നിങ്ങനെ ഏരിയകളിലാണ്. ഓക്കെ, ഇതെല്ലാം കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് അത് വാസ്തവമാണ്. അതുകൊണ്ട് ഇവിടെ കേസുകൾ കൂടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എക്സൈസും പോലീസും വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ടാണ്. കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ഉപേക്ഷിച്ച നിലയിൽ 14 കിലോ കഞ്ചാവാണ് കണ്ടെടുത്തത്. ഒഡീഷയിൽ നിന്നുമാണ് കൂടുതൽ കഞ്ചാവ് എത്തുന്നത്. കഞ്ചാവ് കച്ചവടത്തിന് പിറകിലുള്ളതും ഇവർ തന്നെയാണ്. കച്ചവടം നടത്തി അടുത്ത തീവണ്ടിയിൽ തന്നെ മടങ്ങിപ്പോകുന്നതാണ് ഇവരുടെ രീതി. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസും എക്സൈസും. ന്യൂസ് 18 കൊച്ചി. വൈദ്യുത ചാർജ് വർധനയ്ക്ക് പരിഹാരം കാണാനെന്ന പേരിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റിൽ നിന്ന് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനാവാതെ കമ്പനി. പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോകാസ്റ്റിൽ 1 വർഷം മുൻപാണ് 8 ഏക്കർ ഭൂമിയിൽ വ്യവസായ വകുപ്പ് ആയിരക്കണക്കിന് സോളാർ പാനലുകൾ സ്ഥാപിച്ചത്. 10 ലക്ഷം രൂപ പ്രതിമാസ ചെലവ് കുറയ്ക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു ഈ പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കാട് പിടിച്ച് ആർക്കും പ്രയോജനമില്ലാതെ നശിച്ചു പോവുകയാണ്. ഒരു മാസം 10 ലക്ഷം രൂപ കുറയും. അത്രയും കുറയുമെന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതെ, അതോടുകൂടി ഉൽപാദന ചെലവ് കുറയും. കുറെ കൂടി വിപണിയിൽ നമുക്ക് മത്സര സജ്ജമാകാൻ കഴിയുമെന്നതാണ് ഒരു ഗുണം. 2, മുടക്കിയത് ഒരു 9 മാസം കൊണ്ട് 9 വർഷം കൊണ്ട് തിരിച്ച് ലഭിക്കുമെന്ന രൂപത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. 2024 ജനുവരി 19 ആലപ്പുഴയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിക്കുന്നത്. കാക്കനാട് കേന്ദ്രീകരിച്ചുള്ള ഇൻകൽ ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1 വർഷം പിന്നിടുമ്പോൾ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ഒരു വർഷം മുമ്പ് പൊതുമേഖലാ സ്ഥാപനമായ ചേർത്തല ഓട്ടോകാസ്റ്റിന്റെ 2 ഏക്കർ ഭൂമിയിൽ സർക്കാർ നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റാണ് നമുക്ക് പിന്നിൽ ഈ കാണുന്നത്. 10 കോടി രൂപയിലേറെ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പദ്ധതി കൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ദൃശ്യങ്ങൾ കണ്ട 2 ഏക്കർ കൂടാതെ 6 ഏക്കറിൽ കൂടി ഓട്ടോകാസ്റ്റിൽ സോളാർ പാനൽ യൂണിറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നു. 10.33 കോടി രൂപയായിരുന്നു നിർമ്മാണ തുക. മാസം 35 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിന്റെ വൈദ്യുതി ചാർജ്. 2 മെഗാവാട്ട് വൈദ്യുതിയാണ് സൗരോർജ്ജ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത്. അങ്ങനെയെങ്കിൽ മാസം 10 ലക്ഷം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ ഓട്ടോകാസ്റ്റിന് ലാഭിക്കാം. 9 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാമെന്നും കണക്കുകൂട്ടൽ. 1,40 ലക്ഷം രൂപ ഇതിനകം ഓട്ടോകാസ്റ്റിന് വൈദ്യുതി ചാർജ് ഇനത്തിൽ ലാഭിക്കേണ്ട പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? തൊഴിലാളികൾ പറയട്ടെ. സർക്കാർ തരത്തിലുള്ള കെടുകാര്യസ്ഥതയാണ്. ഓട്ടോകാസ്റ്റിന്റെ പേരിൽ വൻ തുക സർക്കാർ അനുവദിച്ചെങ്കിൽ തന്നെയും അതൊക്കെ കാര്യമായ രീതിയിലോ സ്ഥാപനത്തിന്റെ പുരോഗതിക്കോ ഉതകാത്ത രീതിയിലാണ് ഫണ്ടുകൾ ചെലവഴിക്കുന്നത്. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മിഷനറികൾ വാങ്ങി സ്ഥാപനത്തെയും തൊഴിലാളികളെയും ഇല്ലാതാക്കാനാണ് ഈ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് കോടികൾ മുടക്കിയ പദ്ധതി നടപ്പാകാതെ പോയി എന്ന് ഓട്ടോകാസ്റ്റ് നൽകിയ മറുപടി കാണാം. വിവരാവകാശ രേഖകൾ പ്രകാരം ഉദ്ഘാടന വേളയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രാഥമികമായി നേടേണ്ട KSEBയുടെ ഗ്രിഡ് കണക്ടിവിറ്റി പോലും ഓട്ടോകാസ്റ്റ് നേടിയിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തം. 10 കോടി രൂപ ചെലവഴിച്ച് 1 വർഷം പിന്നിടുമ്പോൾ 1 രൂപയുടെ വൈദ്യുതി പോലും ഓട്ടോകാസ്റ്റിന് ഉൽപ്പാദിപ്പിക്കാനായില്ലെന്ന് രേഖകൾ പറയുന്നു. പ്രോജക്റ്റ് ഇതിന്റെ KSEB ആയിട്ടുള്ള ഒരു അനുമതി പോലും ലഭിക്കാതെയാണ് ഇതിങ്ങനെ നടത്താൻ കാരണം. അതുകൊണ്ടാണ് നമുക്ക് സർക്കാർ ഇതിനുള്ള അനുമതി കിട്ടാതെയാണ് ഇത് പ്രോജക്റ്റ് എല്ലാം നടത്തിയത്. അതിന്റെ തെളിവാണ് ഈ കാണുന്നതെല്ലാം. ഇന്ന് 8 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച യൂണിറ്റിന്റെ അവസ്ഥ ഇതാണ്. കാട് കയറി പലതും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. 10 കോടി രൂപയ്ക്കുമേൽ ചിലവുള്ള പദ്ധതികളുടെ കരാറിൽ ഏർപ്പെടുമ്പോൾ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. അടിസ്ഥാനപരമായി ഈ കടമ്പകൾ കടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിക്കാൻ
വ്യവസായ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പ്രവർത്തന സജ്ജമല്ലാതിരുന്നിട്ടും യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പോലും കബളിപ്പിക്കലായിരുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കോടികൾ ചെലവഴിച്ച് പണിത അല്ലെങ്കിൽ തയ്യാറാക്കിയ സോളാർ പാനലിൽ നിന്ന് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഇതുവരെ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം പറയേണ്ടത് സർക്കാർ തന്നെയാണ്. മറ്റ് വാർത്തകൾ നോക്കാം. ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയും ഓൺലൈൻ ട്യൂഷൻ സ്ഥാപനമായ MS സൊല്യൂഷൻ സിഇഒയുമായ ഷുഹൈബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. താമരശ്ശേരി കോടതിയിലാണ് ഹാജരാക്കുക. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി ഇന്നലെ കീഴടങ്ങിയിരുന്നു. സജീവ് സി വാര്യർ വിവരങ്ങളുമായി. സജീവ്, ഈ കേസിൽ കാര്യമായ അറിവില്ല എന്നതാണ് ഷുഹൈബിന്റെ വാദമെങ്കിലും അതങ്ങനെ ഗൗനിക്കാൻ വഴിയില്ല. ഇന്നെപ്പോഴായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക? ശ്രീജ, ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഷുഹൈബിനെ അറസ്റ്റ് ചെയ്തത്. അയാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. MS സൊല്യൂഷന്റെ സിഇഒ ആണ് ഇയാൾ. യൂട്യൂബ് ചാനൽ വഴി ചോദ്യപേപ്പറുകൾ സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും പുറത്തുവിടുകയും അതുവഴി കുട്ടികൾ ഇത് നോക്കി പരീക്ഷ എഴുതുകയും ചെയ്തു എന്നാണ് കേസ്. അതുപ്രകാരം ഇയാളുടെ വരിക്കാരുടെ എണ്ണം കൂട്ടുകയും അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നാണ് കേസിൽ പറയുന്നത്. 4 പ്രതികളാണ് കേസിൽ ആകെയുള്ളത്. മറ്റ് 3 പ്രതികൾ, ഇയാളാണ് 1-ാം പ്രതി, 2-ാം പ്രതി ഫഹദ്, 3-ാം പ്രതി ജിഷ്ണു, 4-ാം പ്രതി അബ്ദുൽ നാസർ എന്നിവർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫഹദിനെയും ജിഷ്ണുവിനെയും കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുവള്ളിയിലെ ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് വെളുപ്പിനാണ് ഇവരെ പിടികൂടുന്നത്. അതേസമയം അബ്ദുൽ നാസർ, ഇതിലെ പ്രധാന കണ്ണിയായിട്ടുള്ള, അതായത് ഉറവിടമായിട്ടുള്ള അബ്ദുൽ നാസറിനെ കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്നാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ കൊടുവള്ളിയിലെ കുറെ കുട്ടികൾ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഈ ചോദ്യപേപ്പർ ചോർന്നതായുള്ള വിവരം വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്നത്. ക്രമനമ്പർ പോലും തെറ്റാതെ കുട്ടികൾ ചോദ്യപേപ്പറിലെ ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കി കൈവശം വെച്ചിരുന്നു എന്നുള്ളതായിരുന്നു അങ്ങനെ സംശയം ജനിപ്പിക്കാനുള്ള കാരണം. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് MS സൊല്യൂഷൻസ് വഴിയാണ് ഈ ചോദ്യപേപ്പറുകൾ ചോർന്നത് എന്ന വിവരം ലഭിക്കുന്നത്. SSLC പരീക്ഷയുടെയും +1 പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ഇത് എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ 4 പ്രതികളും പിടിയിലായത്. ഷുഹൈബ് നേരത്തെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ വളർച്ചയിൽ അസൂയകരായ ആളുകൾ ആണ് ഇതിന് പിന്നിലെന്നും MS സൊല്യൂഷൻസ് തകർക്കാനാണെന്നും ആയിരുന്നു ഇയാളുടെ വാദം. ഇന്നലെയും അക്കാര്യം ഇയാൾ ആവർത്തിച്ചു. എന്തായാലും ഹൈക്കോടതി ജാമ്യം തള്ളിയ സാഹചര്യത്തിലാണ് ഇന്നലെ ഇയാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി കീഴടങ്ങിയത്. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഷുഹൈബിനെ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മധ്യഭാഗം എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണെന്നാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന സർവേയിൽ കണ്ടെത്തിയത്. വിഭജനശേഷം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ മധ്യഭാഗം മാറിയെങ്കിലും ഇന്നും നാഗ്പൂരിൽ പഴയ ആ സർവേയെ ഓർമ്മിപ്പിക്കുന്ന സ്മാരകങ്ങളുണ്ട്. നാഗ്പൂരിലെ 0 മൈലിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതാണ് ആ സ്ഥലം. ഏത് സ്ഥലം? ഇന്ത്യയുടെ ഒത്ത നടുക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന 0 മൈൽ. കണ്ടല്ലോ ഇവിടെ 0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മൈൽക്കുറ്റിയിലാണ് ബ്രിട്ടീഷുകാർ 1907 മാർക്ക് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ നടുഭാഗമാണ് ഭൂമിശാസ്ത്രപരമായി. ഇവിടെ നിന്നാണ് ഇന്ത്യ തുടങ്ങുന്നത്. ഇന്ത്യ അളക്കാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക്, ഏത് അതിർത്തിയിലേക്ക് എത്ര ദൂരം എന്നുള്ളതായിരുന്നു കണക്കാക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ പലയിടങ്ങളിലും ഓരോ നഗരങ്ങളിലേക്കൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വാരാണസി 729 കിലോമീറ്റർ, ജബൽപൂർ 271 മൈൽക്കുറ്റിയുടെ അപ്പുറത്ത് കന്യാകുമാരി ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ കന്യാകുമാരിയിലേക്ക് ഇവിടുന്ന് 1600 കിലോമീറ്റർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈദരാബാദിലേക്ക് 485. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ മധ്യഭാഗത്ത്, അത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സർവേ നടത്തിയപ്പോൾ തീരുമാനിച്ചതാണ്. ഇതാണ് നാഗ്പൂരിലെ ഈ 0 മൈലാണ് ഇന്ത്യയുടെ നടുഭാഗമെന്ന്.
1802 ബ്രിട്ടീഷുകാർ ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത്. അതായത് 1802 വില്യം ലാപ്ടൺ എന്ന ബ്രിട്ടീഷ് കാലാൾപ്പടയിലെ ഉദ്യോഗസ്ഥനാണ് ഈ സർവേക്ക് തുടക്കമിടുന്നത്. അന്ന് ആ സർവേ തുടങ്ങി ഏതാണ്ട് 70 വർഷം എടുത്തു ആ സർവേ പൂർത്തിയാക്കാൻ, ഇന്ത്യയുടെ ഒരു എത്രമാത്രം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിന്റെ അതിരുകൾ കണ്ടെത്താൻ എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ 70 വർഷം നീണ്ട ആ സർവേക്ക് ശേഷം 1907 ബ്രിട്ടീഷുകാർ ഇവിടെ ഈ നാഗ്പൂരിന്റെ ഈ മണ്ണിൽ ഈ പൊസിഷനിൽ ഈ പോയിന്റിൽ ഇത്തരത്തിലൊരു സ്തൂപം സ്ഥാപിക്കുന്നത്. ഈ സ്തൂപത്തിന്റെ ഓരോ വശങ്ങളിലും ഓരോ സ്ഥലത്തേക്കുള്ള ദൂരമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ്, കോത്ത, അങ്ങനെ പലയിടങ്ങളിലും ഓരോന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ വില്യം ലാപ്ടൺ അന്ന് തുടങ്ങി വെച്ച സർവേക്ക് ഏറ്റവും ഒരു പരിണാമം എന്ന് വിശേഷിപ്പിക്കാം ഇത്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, നിലവിൽ ഈ നാഗ്പൂർ അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഹൃദയഭൂമി. കാരണം ഇത് വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കണക്കാണ്. വിഭജനത്തിന് ശേഷം അത് മധ്യപ്രദേശിലെ കദൌരി ജില്ലയിലെ ഒരു കദൌരി എന്ന ഗ്രാമത്തിനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റർ, 0 മൈൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഭാഗം. പക്ഷെ എന്താണെങ്കിലും അന്ന് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച 0 മൈൽ വളരെ പ്രസക്തവുമാണ്. നാഗ്പൂരിലെ ഈ 0 മൈലിൽ നമുക്ക് 4 കുതിരകളെ കാണാം. ഈ കുതിരകൾ ഇന്ത്യയുടെ 4 അതിർത്തികളുടെ അടയാളങ്ങളായിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കുന്നത്. അങ്ങനെ 4 കുതിരകൾ ഇവിടെ ഇന്ത്യയുടെ 4 അതിർത്തികളെ അടയാളപ്പെടുത്തുന്നു. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി തന്നെ ഇതിനെ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ നാഗ്പൂരിലെത്തിയാൽ നിശ്ചയമായും നിങ്ങൾ കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കുതിരകളുടെ പിന്നിലായി മറ്റൊരു കല്ല് കാണാം. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് GTS, സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് 1907. GTS എന്നാൽ ദ ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് സർവേ. അതാണ്, അതായത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സർവേ, അതായത് ട്രയാങ്കിളായി ചിത്രീകരിച്ച് അത് സർവേ നടത്തിയതിന്റെ തുടക്കം അത് 1800-കളിലായിരുന്നുവെങ്കിൽ 1907 ഏറ്റവും അവസാനത്തിന് ശേഷം ഇവിടെ സ്ഥാപിക്കുന്നതാണ് GTS, ദ സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക്. അതിന്റെ ഒരു മാർക്കാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഏറ്റവും ഭംഗിയാർന്ന ഒരു ചരിത്രപരമായിട്ടുള്ള അടയാളപ്പെടുത്തിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കാണാം പിന്നിൽ 0 മൈൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൂടുതൽ ഭംഗിയാക്കാനുള്ള ശ്രമത്തിലാണ് നാഗ്പൂർ. അപ്പോൾ ഇനി നാഗ്പൂരിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായും ഈ ഇടത്തെത്തുക, ഇവിടത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. നാഗ്പൂരിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോപോൾ പുതുശ്ശേരി, ന്യൂസ് 18. പുതിയ വാർത്തകളിലേക്കും പുതിയ വിശേഷങ്ങളിലേക്കും മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വൻതാരയുടെ വന്യജീവി റെസ്ക്യൂ പുനരധിവാസ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 2000-ലധികം സ്പീഷീസുകളുടെയും വംശനാശം നേരിടുന്ന 1.5 ലക്ഷത്തിലധികം മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് വൻതാര.
ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൽ 3500 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൃഗപരിപാലന കേന്ദ്രം. അതിലുപരി പ്രതിബദ്ധത, അനുകമ്പ, ശാസ്ത്രീയ മികവ് എന്നിവയുടെ തെളിവായി കൂടി ഈ കേന്ദ്രം നിലകൊള്ളുന്നു. അക്രമത്തിൽ ഇരയായ, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന 1 ദശലക്ഷത്തിലധികം മൃഗങ്ങൾക്ക് ആശ്വാസം ലഭിച്ചത് ഇവിടെയാണ്. ഇത്തരം മൃഗങ്ങളുടെ പരിചരണം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ളത് 2400-ലധികം പേരാണ്. വൻതാര വിഭാവനം ചെയ്ത അനന്ത് അംബാനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കുട്ടിക്കാലം മുതൽ അനന്ത് അംബാനി ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെട്ടു. മറ്റു ജീവജാലങ്ങളുമായി ആത്മബന്ധം വളർത്തുകയും ചെയ്തു. നവി മുംബൈയിൽ മൃഗങ്ങൾക്കായി ഒരു ചെറിയ ഷെൽട്ടർ സൃഷ്ടിച്ചതിനു ശേഷം അദ്ദേഹം വൻതാര എന്ന ആശയത്തിന് രൂപം നൽകി. വിശാലമായ ഇടത്തെ വലുതും ചെറുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും അനുയോജ്യമായ ഒരു ആധുനിക പുനരധിവാസ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റി. Across the world, India should have one of the best state-of-the-art animal rescue, like people who rescue animals, wildlife preservation in India. That's our aim, and this is going to be the premier station. But I would like to say that this is just 8-10%. I think boon se sagar banta hai. So I think everyone needs to put in effort. Final 2 questions. ഏഷ്യൻ സിംഹങ്ങൾ, പുള്ളിപ്പുലികൾ, ചെന്നായ്കൾ, കാണ്ടാമൃഗങ്ങൾ, മുതലകൾ, ആനകൾ എന്നിവ ഉൾപ്പെടെ 2000-ലധികം ഇനങ്ങളെ വൻതാര ഉൾക്കൊള്ളുന്നു. വൻതാര നയിക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സമാനമായ പ്രവർത്തനം ലോകത്ത് എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. വൻതാര പദ്ധതി നടപ്പാക്കാൻ അനന്തിന് പ്രചോദനമായത് തന്റെ മുത്തശ്ശനായ ധീരുഭായ് അംബാനിയുടെ ദർശനമാണ്. മാതാപിതാക്കളായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും പിന്തുണ ഗുണമായി എന്നും അനന്ത് പറയുന്നു. When I was a young child, my mother always would tell me to take care of the animals. So in your childhood also you would do this? I would do it in my childhood. And my father is one of the biggest wildlife buffs. For example, when we were young, I think till the age of 18, I've not gone to any other family holiday except Africa, Ranthambore and the jungles of Kahana, the jungles of Bandhavgarh, Kaziranga. My father would only take us to jungle holidays. So I think they inspired me to do this. And to be honest, സേവനം നടത്തുന്ന ആലയം ആയാണ് സ്ഥലത്തെ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ മൃഗത്തിനും പരിചരണവും സംരക്ഷണവും ലഭിക്കുന്ന ഒരു സങ്കേതം. blessings and my siblings, Akash and Isha's blessings, I think what you've seen now is only 8-10% of my vision. Lovely. My vision is that at Vantara in Jamnagar, we would like to be the voter. ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് ഒറ്റനോട്ടത്തിൽ പോകാം. ഇന്ന് ഇത് സംഭവിക്കും. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടരുന്നു. ഇന്ന് പൊതു ചർച്ച നടക്കും. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള വികസന രേഖയിൽ ചർച്ച നാളെ. താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ പൂനെയിൽ എത്തിച്ചു. ഇന്ന് ഉച്ചയോടെ താനൂർ പോലീസിന് കൈമാറും. പെൺകുട്ടികൾ നിലവിലുള്ളത് കെയർ ഹോമിൽ. കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് തുടർവാദം. നേരത്തെ കേസ് പരിഗണിച്ച കോടതി ദമ്പതികൾക്ക് കേരളത്തിൽ തന്നെ തുടരാമെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ കായംകുളത്താണ് ഇരുവരുമുള്ളത്. നാഗർ കുർണൂലിലെ ടണലിൽ അകപ്പെട്ട തൊഴിലാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇന്ന് നടക്കുന്ന ദൌത്യത്തിൽ കേരള പോലീസിന്റെ കെഡാവർ നായ്ക്കളും പങ്കാളികളാവും. നായ്ക്കളും അവരെ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരും ഇന്നലെ ഹൈദരാബാദിലെത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്നും ഓക്സിജൻ തെറപ്പി തുടരും. ആശുപത്രിയിൽ നിന്ന് മാർപ്പാപ്പ ഓഡിയോ സന്ദേശം അയച്ചു. തനിക്കായി പ്രാർത്ഥിച്ച എല്ലാ വിശ്വാസികൾക്കും നന്ദി പറഞ്ഞാണ് ഓഡിയോ സന്ദേശം. ഇന്ന് വൈകിട്ട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രാർത്ഥനയ്ക്ക് മുൻപായി ഓഡിയോ സന്ദേശം വിശ്വാസികളെ കേൾപ്പിക്കും.
ഇനി സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കുള്ള ആശംസകളാണ്. ഇന്ന് ആദ്യം ആരാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നത് നോക്കാം. 5ാം പിറന്നാളാണ് അൻവിൻ ഹെനോയ്. മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് അൻവിൻ ആശംസകൾ നേരുന്നത് ചേച്ചി ആഷ്മിക വിഘ്നേഷും അച്ഛനും ആന്റിയും ഒപ്പം ഞങ്ങൾ എല്ലാവരും. ഹാപ്പി ബർത്ത്ഡേ അൻവിൻ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഗായൽ ഘോഷ് വർക്കല സ്വദേശിയാണ്. ഗായലിന് ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ ബിജു, അമ്മ സിമി, സഹോദരി ഗായത്രി എന്നിവരാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഗായൽ. കണ്ണൂർ ചമ്പാട് സ്വദേശികളായ ശ്വേതയുടെയും ദിഗിലിന്റെയും വിവാഹ വാർഷികമാണ് ഇന്ന്. 2 പേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. നമുക്കൊന്നിച്ച് ആ സന്തോഷം പങ്കിടാം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് അയക്കേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ഇനി ജാഗ്രതയിലേക്ക്. ഏറ്റുമാനൂരിൽ കൂട്ടാത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും വീട്ടിൽ നിന്നിറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. 3 പേരും ജീവനൊടുക്കാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് ദൃശ്യം. മക്കളിൽ ഒരാളെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നതും കാണാം. വിവരങ്ങളുമായി ശ്രീജിത്ത്. ഈ 3 പേരുടെയും മരണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വരുന്ന വിവരങ്ങളൊക്കെ വളരെ വളരെ വിഷമിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്? ശ്രീജ, തീർച്ചയായും വളരെ ദുഃഖിപ്പിക്കുന്ന, എല്ലാവർക്കും ദുഃഖമുണ്ടാകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് 2 പെൺകുട്ടികൾക്കൊപ്പം ആണ് ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോ രാവിലെ പള്ളിയിലേക്ക് പോയി പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി എന്നുള്ളതായിരുന്നു ആദ്യ ദിവസം വന്ന സൂചനകൾ. എന്തായാലും അന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു കുട്ടി അല്പം മാറി നിൽക്കുന്നുണ്ട്. ആ കുട്ടിയെ കൂടി നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഈ ഷൈനി അനുഭവിച്ചിരുന്നതായി ഇന്നലെ തന്നെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ ജോലി കിട്ടാത്തത്, തുടർന്ന് ജീവിതം മുന്നോട്ട് പോകുന്നതിലുള്ള ആകെ പ്രതിസന്ധിയാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ ഷൈനി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഷൈനിയുടെ ഭർത്താവ് നോബി ഇപ്പോൾ റിമാൻഡിലാണ് ഉള്ളത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് ചെയ്തത്. മറ്റെന്തെങ്കിലും കാരണം ഈ ആത്മഹത്യക്കുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. കേവലം നോബി മാത്രമാണോ, അതല്ലാതെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതുകൂടി ഏറ്റുമാനൂർ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഈ നോബിയുടെ സഹോദരൻ വൈദികൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇന്ത്യയിലില്ല, ഓസ്ട്രേലിയയിലാണുള്ളത്. അയാളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത, വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനുമപ്പുറം മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ, വീട്ടിൽ തലേദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഏറ്റുമാനൂർ പോലീസ് ഈ ഒരു ആത്മഹത്യയുടെ ചുരുളഴിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ ആത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും ആ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗൾഫിൽ ജോലിക്ക് പോയ മകന് വേണ്ടി കാത്തിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഒരു കുടുംബം. തിരുവല്ല സ്വദേശി സാം വർക്കിയുടെ തിരിച്ചുവരവിനായി വൃദ്ധ മാതാവ് അടക്കമുള്ള കുടുംബം കാത്തിരിക്കുകയാണ്. 2 വർഷം മുൻപ് ഏജന്റ് മുഖാന്തരമാണ് സാം ഷാർജയിലേക്ക് ജോലിക്കായി വിസിറ്റിംഗ് വിസയിൽ പോയത്. 74-കാരിയായ സാറാമ വർക്കിയാണ് മകനു വേണ്ടി കാത്തിരിക്കുന്നത്. വിധവയായ അമ്മയ്ക്ക് ആശ്രയമായ മകനെപ്പറ്റി 2 വർഷമായി യാതൊരു വിവരവുമില്ല. 2023 മെയ് മാസമാണ് സാം വർക്കി ഷാർജയിലേക്ക് ജോലിക്ക് പോകുന്നത്. അജ്മാനിലെത്തിയ ശേഷം 1 മാസത്തോളം കുടുംബവുമായി സാം നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സാമിനെപ്പറ്റി കുടുംബത്തിന് യാതൊരു വിവരവുമില്ല. ആലപ്പുഴ സ്വദേശിയായ ഏജന്റ് മകനെ ചതിക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. അവനെ അവിടെ കിടന്ന്, അവന് ജോലിയില്ല, അവിടെ ചെന്ന് പട്ടിണി കിടന്ന് ഒരാഴ്ച താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. പിന്നെ ഭക്ഷണമില്ല അവന്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വായിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ വിവരമില്ലാത്തത്. പക്ഷെ ഈ കബീർ എന്ന് പറയുന്ന അവനാ കളിപ്പിച്ചത്, ആലപ്പുഴക്കാരൻ. ഷാർജയിലെത്തിയ ശേഷം സാമിന്റെ നിർദ്ദേശപ്രകാരം ഒപ്പം താമസിച്ചിരുന്ന മറ്റൊരു മലയാളിക്ക്
കുടുംബം 2 തവണയായി പണം അയച്ചു കൊടുത്തതായി പറയുന്നു. ആവശ്യപ്പെട്ട പണം കൈപ്പറ്റിയാണ് ആലപ്പുഴ സ്വദേശിയായ ഏജന്റ് സാം വർക്കിയെ ഗൾഫിലെത്തിച്ചതെന്നും സഹോദരി പറയുന്നു. അവിടെ ചെന്നിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവർ തന്നെ കൊടുക്കാം ജോലി കിട്ടുന്നിടം വരെ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം വന്ന് ഞങ്ങൾ ഇവിടുന്ന് 2 പ്രാവശ്യം വന്ന് എൻ്റെ സഹോദരന് പൈസ അയച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചെലവിനും താമസിക്കാനൊന്നും വലിയ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ്, അല്ലെ ഫുഡിന് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടുന്ന് പൈസ, അതേതോ അടുത്തുള്ള ഒരാളുടെ ഫോണിലേക്കാണ് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത്. രാജ്യസഭാ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ മുഖേന ഇന്ത്യൻ എംബസിയിൽ പരാതി അറിയിച്ചെങ്കിലും സാമിനെ കണ്ടെത്താനായില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാർ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ എറണാകുളത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ എക്സൈസ്. ഇവരാണ് ജില്ലയിലേക്കുള്ള കഞ്ചാവ് കടത്ത് നിയന്ത്രിക്കുന്നത്. അടുത്തിടെ പിടിയിലായ ഭൂരിഭാഗം കേസുകളിലും ഇതര സംസ്ഥാനക്കാർ പ്രതികളാവുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ആലുവ, പെരുമ്പാവൂർ മേഖലകൾ കഴിഞ്ഞ കുറെ നാളുകളായി ലഹരി മാഫിയയുടെ താവളമാണ്. ആര് വരുന്നു പോകുന്നു എന്ന കൃത്യമായ ഒരു കണക്ക് പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ ഇല്ല. ഇപ്പോൾ എല്ലാ കൾട്ടിവേഷനും എല്ലാം നടക്കുന്നതെല്ലാം നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ, ഹൈദരാബാദ്, ഗോവ എന്നിങ്ങനെ ഏരിയകളിലാണ്. ഓക്കെ, ഇതെല്ലാം കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് അത് വാസ്തവമാണ്. അതുകൊണ്ട് ഇവിടെ കേസുകൾ കൂടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എക്സൈസും പോലീസും വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ടാണ്. കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ഉപേക്ഷിച്ച നിലയിൽ 14 കിലോ കഞ്ചാവാണ് കണ്ടെടുത്തത്. ഒഡീഷയിൽ നിന്നുമാണ് കൂടുതൽ കഞ്ചാവ് എത്തുന്നത്. കഞ്ചാവ് കച്ചവടത്തിന് പിറകിലുള്ളതും ഇവർ തന്നെയാണ്. കച്ചവടം നടത്തി അടുത്ത തീവണ്ടിയിൽ തന്നെ മടങ്ങിപ്പോകുന്നതാണ് ഇവരുടെ രീതി. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസും എക്സൈസും. ന്യൂസ് 18 കൊച്ചി. കാസർഗോട്ട് സിനിമാ സ്റ്റൈലിൽ തോക്ക് ചൂണ്ടി കവർച്ച. കാറിലെത്തിയ സംഘം സംഭവത്തിന് ശേഷം കാഞ്ഞങ്ങാട് വാഹനം ഉപേക്ഷിച്ച് കടന്നെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ രാത്രിയാണ് ഏച്ചിക്കാനത്തെ ഗ്രാനൈറ്റ് കമ്പനി മാനേജർ രവീന്ദ്രനെ 4 അംഗ സംഘം തോക്ക് ചൂണ്ടി 10 ലക്ഷത്തോളം രൂപ കവർന്നത്. കാഞ്ഞങ്ങാട് ഏച്ചിക്കാനത്താണ് ഗ്രാനൈറ്റ് കമ്പനി മാനേജറെ തോക്കുചൂണ്ടി ആക്രമിച്ച് പണം കവർന്നത്. ഏച്ചിക്കാനത്ത് ജാസ് ഗ്രാനൈറ്റ് അഗ്രിഗേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്റ്റോക്ക് യാർഡ് മാനേജർ കോഴിക്കോട് മരുതോങ്കര സ്വദേശി PP രവീന്ദ്രനെ ആക്രമിച്ച സംഘം 10,20,000 രൂപയാണ് കവർച്ച നടത്തിയത്. സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ ഇബ്രാൻ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ്, ആസാം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരെയാണ് കർണാടക പോലീസിന്റെ സഹായത്തോടെ ഹോസ്തൂർ പോലീസ് പിടികൂടിയത്. ക്രഷർ അടച്ച് താമസ സ്ഥലത്തേക്ക് പോകാൻ ഓട്ടോ കാത്തു നിൽക്കവെയാണ് സംഘം തോക്കു ചൂണ്ടിയ ശേഷം രവീന്ദ്രനെ ചവിട്ടി വീഴ്ത്തി പണം കവർന്നത്. ഇയാളുടെ മൊബൈൽ ഫോണും തട്ടിയെടുത്തു. കാറിലെത്തിയ സംഘം സംഭവത്തിന് ശേഷം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം ഉപേക്ഷിച്ച് കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു. മംഗളൂരുവിൽ നിന്നും കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി D ശില്പിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടാനായത്. 10,20,000 അവർക്ക് ബാഗിൽ ഉണ്ടായിരുന്നു. ആരോ വന്നിട്ട് തോക്ക് കാണിച്ച് 2 പേര് അവരുടെ കയ്യിൽ നിന്നും ആ ബാഗ് അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. അതാണ് ഈ സംഭവം നടന്നത്. അവർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു. ഇങ്ങനെ അവരുടെ കയ്യിൽ 10,20,000 ഉണ്ടായിരുന്നു ബാഗിൽ. ഒരു ആളില്ലാത്ത ഏരിയയിൽ ആരോ 2 പേര് വന്നിട്ട് തോക്ക് കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് ബാഗ് അവരുടെ കയ്യിൽ ഇത് സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയി. അതാണ് അവർ നമ്മളെ കയ്യിൽ ഇൻഫർമേഷൻ കൊടുത്തത്. കവർച്ച ചെയ്ത പണം പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം തോക്ക് കണ്ടെത്താനായിട്ടില്ല. സംഘം സമാന രീതിയിൽ മറ്റിടങ്ങളിൽ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് വൈകിയേക്കും. പ്രതി അഫാൻ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി VV വിനോദും ഡാൻ കുര്യനും ചേരുന്നുണ്ട്. വിനോദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് പോലീസ് ഇതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്?
ശ്രീജ, ഇന്ന് തെളിവെടുപ്പിന് ഉള്ള തയ്യാറെടുപ്പായിരുന്നു. 7:30 മണിയോടുകൂടി പ്രതിയെ വാപ്പുമ്മയുടെ വീട്ടിൽ, അവിടെയാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്, അവിടെ എത്തിച്ച് തെളിവെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് പ്രതി ഇപ്പോൾ ഉള്ളത്. രാവിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമെന്നാണ് കരുതുന്നത്. രാവിലെ തന്നെ ആശുപത്രിയിലെത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ച് വൈകിയായിരിക്കും ഇന്നത്തെ തെളിവെടുപ്പുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോഗ്യസ്ഥിതി പരിഗണിച്ചായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ. ഇപ്പോഴും പ്രതി പോലീസ് സ്റ്റേഷനിലുണ്ട്. ഈ ആരോഗ്യ പ്രശ്നം തുടരുന്നു എന്ന ഒരു സൂചന തന്നെയാണ്. വീണ്ടും ഈ കുഴഞ്ഞു വീണു, ബോധരഹിതനായോ എന്ന തരത്തിലുള്ള ചില സൂചനകൾ പോലീസുകാർ ഇതിനകത്ത് ആ തരത്തിലുള്ള ഒരു ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഏതായിരുന്നാലും പ്രതിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചത്. ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസുകാർ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ചില സൂചനകളാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, പോലീസുകാരുടെ പെരുമാറ്റത്തിൽ നിന്ന്. ഈ പ്രതി വീണ്ടും ആരോഗ്യ പ്രശ്നം പ്രതി നേരിടുന്നു എന്ന ഒരു കാര്യമാണ്. ഇന്ന് പുലർച്ചെയാണ് ശുചിമുറിക്കുള്ളിൽ ആദ്യം കുഴഞ്ഞു വീണത്. വിനോദ്, അകത്തു നിന്ന് കരച്ചിലിന്റെ സമാനമായ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നിലവിളിയും കാര്യമൊക്കെ ഉണ്ടാകുന്നു എന്ന് കരുതുന്നു. ഏതായിരുന്നാലും ഈ തെളിവെടുപ്പ് വൈകുകയാണ്. രാവിലെ 7:30 മണിയോടുകൂടി വിഷയെടുക്കുന്നു. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ആരോഗ്യ പ്രശ്നം ഈ സ്റ്റേഷനുള്ളിൽ സംഭവിച്ചു എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങൾ എടുക്കുന്നു. ഒരു ഉദ്യോഗസ്ഥന് ആരോഗ്യ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. രാവിലെ ഈ പ്രതി ഇവിടെ ഉണ്ടായിരുന്നു. പ്രതിക്കും ആ തരത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് പ്രതി കുഴഞ്ഞു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ആരോഗ്യ അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ജീപ്പിൽ മാറ്റുകയാണ്. അദ്ദേഹത്തിന് ഫിക്സ് വന്നു എന്ന കാര്യമാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഓക്കെ, ഇന്ന് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അഫാൻ രാവിലെ കുഴഞ്ഞു വീണത്. വിവരങ്ങളാണ് വിനോദ് നൽകിയത്. ഡാൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ കേസിൽ ഇനി നിർണായകമാവുന്നത് ഈ തെളിവെടുപ്പാണ്. കാരണം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഊഹങ്ങൾക്കപ്പുറത്തേക്ക് തെളിവോടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ തെളിവെടുപ്പ് നടക്കണം. പക്ഷേ അത് ഇനിയും വൈകും എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, അതോ ഉറക്കമില്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, അങ്ങനെയാണോ? ബോധപൂർവമായ ഒരു നീക്കമാണോ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന്, അഫാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പോലീസിന് ബലമായ സംശയമുണ്ട്. കാരണം ജയിലിൽ എത്തിച്ചപ്പോൾ മുതൽ ആദ്യം സബ് ജയിലിൽ എത്തിക്കുന്നു, പിന്നീട് സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. അപ്പോൾ ജയിൽ അധികൃതരോട് താനും ആത്മഹത്യ ചെയ്യുമെന്ന് ആവർത്തിച്ച് ഈ അഫാൻ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അഫാന്റെ സുരക്ഷ 24 മണിക്കൂറും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അഫാനൊപ്പം വേണമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 3 ഉദ്യോഗസ്ഥരെ സദാസമയം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒപ്പം നിർത്തിയത്. അതോടൊപ്പം രാത്രിയിൽ ജയിലിലെ ഏറ്റവും വിശ്വസ്തരായ അന്തേവാസി തന്നെയാണ് അഫാനോടൊപ്പം ഉണ്ടായിരുന്നത്, അഫാൻ ഉള്ള സെല്ലിലുണ്ടായിരുന്നത്. അവിടെയും ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഇന്ന് രാവിലെ ഈ ശുചിമുറിയിലേക്ക് പോകുന്ന വഴി വിലം കഴിച്ച് ബാത്റൂമിൽ കയറുന്ന സമയത്താണ് ഈ കുഴഞ്ഞ് വീഴുന്നതിന് സമാനമായി താഴെ വീണത്. ബോധപൂർവം തന്നെ വീണതാണോ എന്ന കാര്യമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് പ്രാഥമികമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചതും. വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമുള്ളതായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന സൂചനകളും അങ്ങനെയാണ്. ബോധപൂർവമായ ഒരു നീക്കം അഫാൻ തന്നെ നടത്തുന്നുണ്ടോ ഈ അന്വേഷണത്തിൽ, അല്ലെങ്കിൽ താനും ജീവൻ അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതിന് പിന്നിലേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതൊക്കെ ശ്രമങ്ങൾ മാത്രമാണ്. ആദ്യം വിഷം കഴിച്ചു എന്ന് പറയുന്നു, പിന്നീട് ആദ്യം അത് ഭക്ഷണത്തിലാണെന്ന് പറയുന്നു, പിന്നീട് അത് ശീതളപാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ അടുത്ത ഉദ്യോഗസ്ഥരെ കൺഫ്യൂഷനിലാക്കുന്ന തരത്തിലുള്ള ഒരു
പെരുമാറ്റം അഫാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതാണ് പോലീസിനെ കുഴിക്കുന്നത്. പക്ഷേ 8-ാം തീയതി വരെയാണ്, അതായത് നാളെ വരെയാണ് പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് പാങ്ങോട് പോലീസിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. അതുകൊണ്ട് അല്പം വൈകിയാണെങ്കിലും ആ നടപടികളിലേക്ക് അവർ കടക്കും. ഈ ചുറ്റിക വാങ്ങിയ സ്ഥലത്തും അതോടൊപ്പം തന്നെ ഈ സ്വർണം പണയപ്പെടുത്തിയ സ്ഥലത്തുമൊക്കെ എത്തിച്ച്, അതോടൊപ്പം പാങ്ങോട് ഈ വലിയമ്മ സൽമ ബീവിയുടെ വീട്ടിലും അവരെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത്. ആ വീട്ടിലും എത്തിച്ച് ഉടൻ തന്നെ തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. ഒരുപക്ഷെ സമയം കുറച്ചുകൂടി വൈകും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അഫാന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഒരു മാനസികമായി അഫാന്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ള ഒരു വിലയിരുത്തൽ നടന്നിരുന്നല്ലോ ഡാൻ. അതിലൊക്കെ വളരെ നോർമലായിട്ടാണ് അയാൾ പെരുമാറിയിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വിലയിരുത്തുന്നതും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിൽ തന്നെയാണോ? അതായത് ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇങ്ങനെയൊരു കൂട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് വെഞ്ഞാറമൂട് പോലീസ് എത്തുന്നത്. കാരണം അവരത് പറയുന്നതിന്റെ കാരണം ഏതാണ്ട് 1/2 കോടി രൂപയ്ക്ക് മുകളിലുള്ള കടത്തിന്റെ ഈ കടബാധ്യതയുടെ തെളിവുകൾ അത് കൃത്യമായി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ അബ്ദുൾ റഹീം എന്ന ഈ അഫാന്റെ പിതാവിന് അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ബാധ്യത അഫാനും അമ്മയ്ക്കും ഉള്ളതായി അറിയില്ല എന്നുകൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് ഈ ബാപ്പയെ അറിയാതെയാണ് ഉമ്മയും മകനും ചേർന്ന് ഇങ്ങനെ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചത്. അത് ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് ഇങ്ങനെ വലിയൊരു ബാധ്യതയിലേക്ക് നയിച്ചത്. വൻ തുകകൾ 10-ലധികം ആളുകളിൽ നിന്ന് കടം വാങ്ങുകയും അത് തിരികെ ചോദിക്കുന്ന സമയത്ത് അവർ സമ്മർദ്ദത്തിലാക്കുകയും ഈ പണം തിരികെ കൊടുക്കാൻ ഒരു നിർവാഹമില്ലാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കൊടും കൃത്യം ആസൂത്രണം ചെയ്തത് അഫാൻ എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ ഈ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, ഡാൻ കൊറിയനാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് കൂടി ചേരുന്നുണ്ട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. വിനോദ്, നമ്മൾ അവിടെ നിന്ന് സ്റ്റേഷനിലെത്തി മനസ്സിലാക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ബോധപൂർവമായ ശ്രമത്തിന്റെ സംശയങ്ങൾ പോലീസിനുണ്ടോ? നിലവിൽ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിച്ച അഫാൻ സ്റ്റേബിൾ ആണോ? ഇന്ന് രാവിലെയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. രാവിലെ 7:30 മണിയോടുകൂടി തെളിവെടുപ്പ് എന്ന കാര്യമാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ പുലർച്ചെ കുഴഞ്ഞു വീണതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചത്. അത് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചത്. നാളെ ഈ കാലാവധി അവസാനിക്കുകയും ചെയ്യും. ഇതിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ സ്ഥലം, അത് പിതാവിൻ്റെ ഉമ്മയാണ്. ആ വീട് താഴെപ്പാങ്ങോടിലെ വീടാണ്. ആ വീട്ടിലെ തെളിവെടുപ്പ്, അതോടൊപ്പം തന്നെ ഈ ധനകാര്യ സ്ഥാപനം, ആഭരണം പണയം വെച്ച സ്ഥലം, ആയുധം വാങ്ങിയ ചുറ്റിക വാങ്ങിയ വ്യാപാര സ്ഥാപനം, ഈ പണം നിക്ഷേപിച്ച ATM തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കണം. ഇത്തരത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത്. 4ഓളം ഇടങ്ങളിൽ തെളിവെടുപ്പ് തന്നെ പൂർത്തിയാക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ആരോഗ്യസ്ഥിതി ഇങ്ങനെ തുടരുമ്പോൾ തെളിവെടുപ്പും വൈകുകയാണ്. ഈ കുഴഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പ്രതി ആ തരത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടാണോ അങ്ങനെ കുഴഞ്ഞു വീണതെന്ന സംശയം ബാക്കിയാവുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ അപ്പോൾ തന്നെ നൽകി തിരികെ അയക്കുകയും ചെയ്തു. അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ കിടത്തി ചികിത്സിക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഈ ഡോക്ടർമാരുടെ നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണത്തോട് സഹകരിക്കുന്ന രീതി, അതായത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, താൻ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കുന്നുണ്ട്. ഈ എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ചെങ്കിലും പ്രതി അങ്ങനെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചെയ്തികളെല്ലാം തന്നെ ഈ അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള, അത് നിസ്സഹകരണത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന സംശയം പോലീസിനെ സംബന്ധിച്ച് 3 ദിവസം മാത്രമാണുള്ളത്. അല്ലെങ്കിൽ കോടതിയിൽ വീണ്ടും അപേക്ഷ കൊടുത്ത് ഇതിൻ്റെ കാലാവധി നീട്ടി വാങ്ങുക എന്നതാണ്. ഈ കേസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച മൊഴി, കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസവും പ്രതി പറയുന്നത് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് തന്നെയാണ്. അത് പിതാവ് നേരത്തെ പറഞ്ഞത്, അബ്ദുൾ റഹീം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ കടബാധ്യതയെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് വ്യക്തതയില്ല എന്നതാണ്. 8 വർഷമായി അദ്ദേഹം വിദേശത്ത് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി
പ്രഥമ ദൃഷ്ട്യാ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പലതും അദ്ദേഹം അറിഞ്ഞില്ല എന്നത് വസ്തുതാപരമായിരിക്കണം. കാരണം അഫാന് മറ്റെന്തെങ്കിലും തൊഴിലുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആദ്യം ഉപയോഗിച്ചിരുന്നത് 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണാണ്. പിന്നീട് 50,000 രൂപയുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, 2 ലക്ഷം രൂപയുടെ ബൈക്ക് ഉപയോഗിക്കുന്നു, മറ്റൊരു ബുള്ളറ്റ് ഉപയോഗിക്കുന്നു, ഒരു കാർ നേരത്തെ ഉണ്ടായിരുന്നത് അത് വിൽപ്പന നടത്തി പുറത്തുനിന്ന് മിക്കവാറും ഭക്ഷണം വാങ്ങുന്നു. ഇങ്ങനെ ഒരു എന്തായാലും ഇതൊക്കെ ഇനി തെളിവെടുപ്പിൽ കൂടി വ്യക്തമാവേണ്ടതുണ്ട്. ഈ അഫാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടത് കൃത്യമായ തെളിവുകളാണ്. അത് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ട തെളിവുകളാണ്. തെളിവെടുപ്പ് എന്തായാലും ഇനി അധികം വൈകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. ഇടുക്കിയിലെ 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ. പീരുമേട്, മഞ്ചുമല, വാഗമൺ എന്നീ വില്ലേജുകളിലാണ് ഉത്തരവ് നിലവിൽ വന്നത്. അനധികൃത നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. PA സാഗർ വിവരങ്ങളുമായി. സാഗർ, ഏത് തരത്തിലാണ് ഈ നിരോധനാജ്ഞ? ഈ അനധികൃത നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരോധന ഉത്തരവ് ആണോ വന്നിട്ടുള്ളത്? ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. ഈ പരുന്തുംപാറയിൽ നടന്നത് വലിയ തോതിലുള്ള ഒരു കയ്യേറ്റമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ തുടർ നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ തുടർ നടപടികളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ മെയ് മാസം 2-ാം തീയതി വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വില്ലേജുകളിലാണ് നിരോധനാജ്ഞ. ഈ കയ്യേറ്റം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവും മറ്റും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധവും മറ്റും കണക്കിലെടുത്തും ക്രമസമാധാനം തകരാറിലാകാതിരിക്കാനും ഇതുകൂടാതെ വില്ലേജ് സംഘം ഇവിടെ കയ്യേറ്റം നടന്ന സ്ഥലം പരിശോധിക്കുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു സുരക്ഷ എന്നുള്ള രീതിയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു 2 മാസത്തെ കാലയളവാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഈ ഒരു സർക്കാർ ഭൂമി തിരികെ പിടിക്കാനുള്ള ഇതിനായി മുന്നിൽ കാണുന്നത്. ഈ കാലയളവിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടികൾ തടസ്സപ്പെടാതിരിക്കാൻ ഉൾപ്പെടെ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വില്ലേജുകളിലായി സർവേ നമ്പറുകളിൽ പെടുന്ന പ്രദേശത്താണ് ഈ നിരോധനാജ്ഞ. പീരുമേട് സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ 3 വില്ലേജുകളിൽ ഈ അനധികൃത നിർമ്മാണം നടക്കുന്നു എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതിഷേധങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് നിരോധനാജ്ഞ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിച്ചത് വളരെ ശുഭകരമായ, സന്തോഷകരമായ, ആശ്വാസകരമായ ഒരു വാർത്തയോടെയാണ്. ഇനി ഈ ദിവസം മുന്നോട്ട് പോകുമ്പോൾ CPM സമ്മേളനത്തിൽ നിന്ന് കൂടുതൽ വാർത്തകൾ വരാനുണ്ട്. പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ രേഖയും ഒക്കെ വരുമ്പോൾ കൂടുതൽ ചർച്ചകൾ, കൂടുതൽ വിശകലനങ്ങളൊക്കെ വരാനുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം 9 മണിക്ക്. രാവിലെ പൂർണ്ണമാവുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.